जय राघवा कुंज विहारी, जय गोपी जन वल्लभा, जय गिरिवरधारी, जय गिरिवरधारी। यशोदनन्दन व्रज जनरञ्जन, यशोदनन्दन व्रज जनरञ्जन, यमुनतीरावनचारी, यमुनतीरावनचारी। जय राधा माधवा कुंज विहारी। जय श्री कृष्ण चैतन्य प्रभु नित्यानंदा, श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। जय श्री कृष्ण चैतन्य प्रभु नित्यानंदा, श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। जय गुरुदेवा जय गुरुदेवा, जय गुरुदेवा जय गुरुदेवा, जय प्रभुपदा जय प्रभुपदा, जय जगद्गुरु श्रील प्रभुपदा। जय गौरनिताय जय गौरनिताय, जय गौरनिताय जय गौरंगनिताय। जय कृष्ण बलराम जय कृष्ण बलराम, जय कृष्ण बलराम जय कृष्ण बलराम। निताय गौर हरि बोल हरि बोल, हरि बोल निताय गौर हरि बोल। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं, देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया, भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी। मूकं करोति वाचालं पङ्क्वं लङ्घयति गिरिं, यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं, परमानन्दमाधवं श्रीचैतन्यमीश्वरं। हरि ओं तत्सत्। ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്ലോകം ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ സ്കന്ധം 9-ാം അധ്യായം 45-ാമത്തെ ശ്ലോകമാണ്. തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഭാഗവത സർവീസ് സേവ നൽകിയതിന് ഇതിൻ്റെ എല്ലാ അതോറിറ്റീസിനോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആൻഡ് ഐ സീക്ക് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഓൾ, ഫസ്റ്റ് ഓഫ് ഓൾ മൈ സ്പിരിച്വൽ മാസ്റ്റർ ഹിസ് ഹോളിനെസ് ജയപ്രകാശ സ്വാമി Mharaj, to do this service in the most sincere way and in a pleasing way for Krishna. And also I seek the blessings of all my Shiksha Gurus and all the Vaishnavas who have guided me in this path of Krishna consciousness. ഇവിടെ പ്രസന്റ് ആയിട്ടുള്ള എല്ലാ വൈഷ്ണവരുടെയും അനുഗ്രഹങ്ങളും ഞാനിവിടെ തേടുകയാണ്. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്ലോകത്തിലേക്ക് കടക്കാണ്. ശ്ലോകം 1:9-45. തത്ര ദുന്ദുഭയോ നേദുർ
देवमानववादितः शशंसु साधभूराज्ञां कल्पेतु पुष्पवृष्टयः तत्र दुन्दुभयो नेदुर्देवमानववादितः शशंसु साधवो राज्ञां कल्पेतु पुष्पवृष्टयः വിവർത്തനം ജയശ്രീല പ്രഭുപാദ്. അനന്തരം മാനവരും ദേവന്മാരും ആദരസൂചകമായി പെരുമ്പറ മുഴക്കുകയും സത്യസന്ധരായ രാജകീയ ഗണങ്ങൾ ബാഹ്യചേഷ്ടകളാലുള്ള വികാരങ്ങളാൽ ബഹുമാനാദരങ്ങൾ പ്രകടിപ്പിക്കുവാൻ ആരംഭിക്കുകയും ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു. ഭാവാർത്ഥം ജയശ്രീല പ്രഭുപാദ്. മനുജരായാലും ദേവന്മാരാലും ഭീഷ്മദേവൻ ആദരിക്കപ്പെട്ടിരുന്നു. മനുജർ ഭൂമിയിലും അതുപോലെയുള്ള മറ്റ് ഗ്രഹങ്ങളായ ഭൂർ, ഭുവർ എന്നീ ഗ്രഹസമൂഹങ്ങളിലും വസിക്കുന്നു. എന്നാൽ ദേവന്മാർ സ്വർ അഥവാ സ്വർ ലോകത്ത് വസിക്കുന്നു. ഭീഷ്മദേവൻ മഹായോദ്ധാവും ഭക്താഗ്രണിയുമാണ് എന്ന് അവരെല്ലാവരും മനസ്സിലാക്കിയിരുന്നു. മഹാജന എന്ന നിലയിൽ നരനായിരുന്നിട്ട് കൂടി അദ്ദേഹം ബ്രഹ്മദേവൻ, നാരദൻ, ശിവൻ എന്നിവരുടെ പദവിയിലായിരുന്നു. ആത്മീയ പരിപൂർണത ആർജിക്കുന്നതിലൂടെ മാത്രമേ ശ്രേഷ്ഠരായ ദേവന്മാർക്ക് സമാനമായ നിലയിലുള്ള യോഗ്യത സാധ്യമാവുന്നുള്ളൂ. അപ്രകാരം പ്രപഞ്ചത്തിലുടനീളം ഭീഷ്മദേവൻ പ്രശസ്തനായി തീർന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഗോളാന്തര യാത്ര യാന്ത്രികമായ ബഹിരാകാശ വിമാനങ്ങളുടെ വിപുലമായ ഉദ്യമത്തെക്കാൾ മേൽത്തരവും സുഭഗവുമായ മാർഗത്തിലൂടെ കാര്യക്ഷമമായി തീർന്നു. ഭീഷ്മദേവൻ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വിദൂര ഗ്രഹങ്ങളിലുള്ളവരെ അറിയിച്ചപ്പോൾ ഉന്നത ഗ്രഹങ്ങളിലെ സർവ്വനിവാസികളും ഭൂമിയിലുള്ളവരും ശ്രേഷ്ഠ വ്യക്തിത്വ വിശേഷത്തിനോടുള്ള ആദര സൂചകമായി പുഷ്പവൃഷ്ടി നടത്തി. സ്വർഗത്തിൽ നിന്നുള്ള ഈ പുഷ്പവൃഷ്ടി ശ്രേഷ്ഠരായ ദേവന്മാരാൽ അദ്ദേഹത്തിന്റെ പദവി അംഗീകരിക്കപ്പെട്ടു എന്നതിന്റെ സൂചനയാകുന്നു. ഇതിനെ മൃതശരീരത്തെ അലങ്കരിക്കുന്നതിനോട് ഒരിക്കലും സാദൃശ്യപ്പെടുത്തരുത്. ആത്മീയ സാക്ഷാത്കാരത്താൽ പൂരിതമാകയാൽ ഭീഷ്മദേവന്റെ ശരീരത്തിൽ അതിന്റെ ഭൗതിക പരിണാമങ്ങൾ ഇല്ലാതെയായി. അങ്ങനെ അഗ്നിയുടെ പ്രവർത്തന ഫലമായി ഇരുമ്പ് ചുട്ടുപഴുക്കുന്നത് പോലെ ശരീരം ആത്മീയമായി തീരുന്നു. ആകയാൽ പരിപൂർണമായി ആത്മസാക്ഷാത്കാരം പ്രാപ്തമാക്കിയ ആത്മാവിനെ ഭൗതികമായി കണക്കാക്കരുത്. അത്തരം ആത്മീയ ശരീരങ്ങൾക്ക് സവിശേഷമായ സംസ്കാര കർമ്മങ്ങൾ നിഷ്കർഷിച്ചിരിക്കുന്നു. ഏതൊരു സാമാന്യ വ്യക്തിക്കും ആചരിക്കാവുന്ന രീതിയിൽ പരിഷ്കാരമായി തീർന്നിരിക്കുന്ന ജയന്തി ആഘോഷം എന്നറിയപ്പെടുന്നത് പോലെ ഭീഷ്മദേവനോടുള്ള ആദരവും പദവി അംഗീകാരവും ഒരിക്കലും കൃത്രിമ മാർഗങ്ങളിലൂടെ അനുകരിക്കരുത്. ഭീഷ്മദേവൻ അദ്ദേഹത്തിന്റെ കർമ്മങ്ങളിൽ അദ്വിതീയനായിരുന്നു. മാത്രമല്ല, ഭഗവത് ധാമത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വിയോഗം അതിവിശിഷ്ടവും അതുല്യവുമായിരുന്നു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കരോമി ദദാതി സ്വപദാന്തികം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജപതാകസ്വാമീതി നമാചാര്യപദായ കൃപാപദായ നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമീതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. സോ നമ്മൾ ഇന്ന് ഭാഗവതത്തിന്റെ ഒരു ശ്ലോകമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഭാഗവതത്തിന്റെ ശ്ലോകത്തിന്റെ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭാഗവതത്തിന്റെ മഹിമയെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഭാഗവതം 1:3-40 പറഞ്ഞിട്ടുണ്ട്, ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ഒരു ലിറ്റററി ഇൻകാർണേഷൻ ആണ് എന്ന്. ഇതം ഭാഗവത നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമ ശ്ലോക ചരിതം ചകാരാർ ഭഗവാൻ ഋഷി നിശ്രേയസ്യായ ലോകസ്യ ധന്യം സ്വസ്ത്യയനം മഹത്. ഇതം ഭാഗവത നാമ പുരാണം ബ്രഹ്മസംഹിതം. അതായത് ശ്രീമദ് ഭാഗവതം എന്ന പേരിലുള്ള ഈ പുരാണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഭഗവാന്റെ തന്നെ അവതാരമായ ശ്രീല വ്യാസദേവനാൽ രചിക്കപ്പെട്ടതാണ്. ഉത്തമ ശ്ലോക ചരിതം, ഇത്
ഭഗവാന്റെ ഉത്തമ ശ്ലോകൻ എന്നറിയപ്പെടുന്ന ഭഗവാന്റെ ചരിതങ്ങളാണ്. അദ്ദേഹത്തിന്റെ പാസ്റ്റ് ടൈംസും അദ്ദേഹത്തിന്റെ ഭക്തന്മാരുടെ പാസ്റ്റ് ടൈംസും കൊണ്ട് നിറഞ്ഞതാണ് ശ്രീമദ് ഭാഗവതം. നിശ്രേയസ്യായ ലോകസ്യ ധന്യം സ്വസ്ത്യയനം മഹത്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ലോകത്തിന്റെ തന്നെ സ്വസ്ത്യയനം മഹത്, അതിന്റെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അൾട്ടിമേറ്റ് ഗുഡ് ഫോർ ഓൾ പീപ്പിൾ, അതാണ് ശ്രേയസിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഭാഗവതം ശ്രവിക്കുന്നതിലൂടെ എന്ത് പറ്റുന്നു? ധന്യം സ്വസ്ത്യയനം മഹത്, ഇത് വളരെ ധന്യവും എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിയുന്നതും പെർഫെക്റ്റുമാണ് ഈ ശ്രീമദ് ഭാഗവതം. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവത്തിനെ നമ്മൾ ശ്രദ്ധയോടുകൂടി പഠിക്കുകയാണെങ്കിൽ എന്താണ്, ഭഗവാന്റെ സാമീപ്യം അല്ലെങ്കിൽ ഭഗവാന്റെ നേരിട്ടുള്ള ദർശനം കിട്ടുന്നതിനുള്ള അതേ ബെനിഫിറ്റ് തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ പർപ്പൂട്ടില് ശ്രീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം ക്യാരീസ് വിത്ത് ഇറ്റ് all the transcendental blessings of Lord Sri Krishna that we can expect from his personal contact. ഭഗവാനുമായിട്ടുള്ള നേരിട്ടുള്ള ഇന്ററാക്ഷൻസിലൂടെ നമുക്ക് എന്ത് അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കാമോ അതെല്ലാം തന്നെ ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ശ്രീല സനാതന ഗോസ്വാമിയുടെ ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രേയേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഒരു പ്രേയറും കൂടെ ഞാനിവിടെ ചൊല്ലുകയാണ്. അസാധു സാധു തദാദായിൻ അതിനീചോചതാകരാ പാനമുഞ്ച കഥാചിന്മാം പ്രേംന ഹൃത്കണ്ഠയോ സ്ഫുരഃ. അസാധു സാധുതദായൻ, അതായത് അസാധുക്കളായ വ്യക്തികൾക്ക് പോലും സാധുത്വം പ്രദാനം ചെയ്യാൻ പ്രാപ്തിയുള്ളതാണ് ശ്രീമദ് ഭാഗവതം. അതിനീച്ച ഉച്ചതാകര, അതിനീച്ചരായ വ്യക്തികളെ പോലും അതായത് അതീന്ദ്രിയമായ നിലയിലേക്ക് എത്തിക്കാൻ കഴിവുള്ളതാണ് ശ്രീമദ് ഭാഗവതം. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതത്തിനോട് ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ്. എന്താണ്? ശരിയായ വാക്കുകൾ എന്നിലും വന്നു ചേരട്ടെ എന്ന്. ശ്ലോകത്തിലേക്ക് കടക്കാം. അപ്പൊ ഈ ശ്ലോകത്തിന്റെ കോണ്ടെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭീഷ്മദേവർ ശരശയ്യയിൽ കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരം വെടിയുന്ന ആ ഒരു സിറ്റുവേഷൻ, അദ്ദേഹം ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട്, ഉത്തരായണം എന്ന് പറഞ്ഞ ഭഗവാന്റെ ദർശനം കണ്ടുകൊണ്ട് അദ്ദേഹം ശരീരം വെടിഞ്ഞു. അപ്പം ഒരു സാധാരണ മരണമല്ല അദ്ദേഹത്തിൻ്റെത്. നമ്മൾ പല ക്ലാസ്സസിലൂടെയും നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹം മരണാസനായി അല്ലെങ്കിൽ ശരീരം ത്യജിക്കാനായി തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞിട്ട് ഉപരിഗ്രഹങ്ങളിലുള്ള ഭക്തന്മാരും അവിടെ വന്ന് അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിച്ചു. അവർ ആദര സൂചകമായി ദുന്ദുബി മുഴക്കുകയും പിന്നെ പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം രാജകീയ ഗണങ്ങളും മറ്റ് ഗ്രഹങ്ങളിൽ നിന്നുള്ള ഭക്തരും വന്നവിടെ അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിച്ചു, ആദരങ്ങൾ അർപ്പിച്ചു എന്ന് പർപ്പോട്ടിൽ ട്രാൻസ്ലേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭൂവർ എന്നീ ഗ്രഹ സമൂഹങ്ങളിൽ മനുഷ്യരെ പോലുള്ളവർ വസിക്കുന്നു. എന്നാൽ ദേവഗണങ്ങളും അതിന്മേലെയുള്ളവരും ഒക്കെ സ്വർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹ സമുച്ചയങ്ങളിലാണ്, ഉപരിലോകങ്ങളിലുള്ള ഗ്രഹങ്ങളിലാണ് വസിക്കുന്നത്. അപ്പൊ അവിടെ നിന്നൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ വരികയും ഇദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? ഭീഷ്മദേവൻ ഒരു മഹായോദ്ധാവാണ് എന്നുള്ള ഒരു പ്രശസ്തിയുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതലായി അറിയുന്നത് അദ്ദേഹം ഒരു ഭക്തൻ, ശ്രേഷ്ഠനായ ഭക്താഗ്രണിയാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് അർജുനൻ എത്രത്തോളം വലിയ ഒരു യോദ്ധാവായിരുന്നു അല്ലേ. അർജുനൻ ഒരുപാട് പേരെ തോൽപ്പിക്കുകയും ഈവൻ ലോർഡ് ശിവയെ പോലും അദ്ദേഹം തോൽപ്പിക്കുകയും ഇന്ദ്രനിൽ നിന്ന് സമ്മാനങ്ങൾ നേടുകയും അഗ്നിയിൽ നിന്ന് ഗിഫ്റ്റ്, അങ്ങനെ ഒരുപാട് പേരിൽ നിന്ന് അദ്ദേഹത്തിന് ഇത് കിട്ടുകയും വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു യോദ്ധാവാണ് അർജുനൻ. പക്ഷേ ഭീഷ്മദേവരുടെ പ്രസൻസിൽ അർജുനൻ എന്ന് പറയുന്നത് തിമിംഗലത്തിന്റെ മുന്നിൽ ഒരു ചെറിയ മത്സ്യം പോലെയായിരുന്നു. അത്രത്തോളം മഹത്വമായിരുന്നു ഭീഷ്മദേവന്റെ യോദ്ധാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കഴിവ്. അദ്ദേഹത്തിന് നിസ്സാരമായി ഈ ഒരു ചെറിയ മീനിനെ പോലെയുള്ള അർജുനനെ തീർക്കാമായിരുന്നു. പക്ഷെ അതിനേക്കാളും പ്രശസ്തി, അദ്ദേഹം ഒരു യോദ്ധാവ് എന്നതിനേക്കാളും പ്രശസ്തി അദ്ദേഹം ഒരു
ഭക്തനാണ് എന്ന രീതിയിലാണ് എല്ലാവരും അറിഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു പ്രശസ്തി കാരണമാണ് ഈ ഉപരിഗ്രഹങ്ങളിലുള്ള എല്ലാവരും അവിടെ വന്ന് അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിച്ചത്. അപ്പം അദ്ദേഹം ഒരു മഹാജനനാണ് നമുക്കറിയാം. 12 മഹാജനന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അപ്പം ബ്രഹ്മ, ശിവ, നാരദ അങ്ങനെ പോകുന്ന ആ ലിസ്റ്റില് ഭീഷ്മദേവരും ഉണ്ട്. അപ്പം ഇതിൽ ബ്രഹ്മാവും ശിവനും നാരദനും ഒക്കെ വളരെ എക്സോൾട്ടഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് അല്ലെ. പക്ഷേ ഒരു മനുഷ്യനായിട്ട് ജനിച്ചിട്ട് പോലും ഭീഷ്മദേവരും അതേ ഗണത്തിൽ പെടുന്നു. അദ്ദേഹത്തിന്റെ ഭക്തിയിലൂടെയാണ് അദ്ദേഹം ആ ഒരു ഗണത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടെ കദംബകാനന്ദ സ്വാമി മഹാരാജിന്റെ ഒരു ലെക്ചറിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് മഹാജന എന്ന് പറഞ്ഞാൽ അതോറിറ്റി എന്നാണ് അതിന്റെ വ്യാഖ്യാനം. പക്ഷെ അതിനേക്കാൾ ഉപരി ഏതൊരു സാഹചര്യത്തിലും അല്ലെങ്കിൽ സമയത്തിന്റെയോ കാലത്തിന്റെയോ അല്ലെങ്കിൽ സിറ്റുവേഷന്റെയോ ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഏതൊരു സാഹചര്യത്തിലും ഭഗവാന് വേണ്ടിയിട്ട് വർത്തിക്കാൻ അല്ലെങ്കിൽ ഭഗവാന്റെ ഇതിനനുസരിച്ച് അവർക്ക് വർത്തിക്കാൻ കഴിവുള്ളവരാണ് മഹാജനർ. അവർ ഒരിക്കലും സ്വന്തം താല്പര്യങ്ങൾക്കല്ല മുൻഗണന നൽകുന്നത്. ഭഗവാന്റെ ഇച്ഛ എന്താണോ, ഡിസയേഴ്സ് ഓഫ് ദ ലോർഡ്, അതിന് വേണ്ടിയിട്ടാണ് അവരുടെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ഗൈഡൻസും കൊടുക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണമായിട്ട് പറയുന്ന ഒരാൾ ബലി മഹാരാജാണ്. ബലി മഹാരാജനോട് അദ്ദേഹത്തിന്റെ ഗുരു തന്നെ പറഞ്ഞു, ഈ സമയത്ത് നീ ദാനം കൊടുക്കരുത്, ഈ വന്നിരിക്കുന്നത് വിഷ്ണു ആണ്. പക്ഷെ അദ്ദേഹം ഗുരുവിനെ ഗുരുവിന്റെ വാക്ക് ഒബേ ചെയ്യാതിരിക്കുക, അനുസരിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു പാപമാണ്. പക്ഷെ എന്നാൽ പോലും ഭഗവാനാണ് വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെതിരായിട്ട് നിൽക്കുന്ന ഗുരുവിനെ ത്യജിക്കാൻ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അദ്ദേഹം തന്റെ വാക്ക് നിറവേറ്റി ഭഗവാനുള്ള ആ ദാനം നടത്താനായി ഞാൻ ഇപ്പോഴും തയ്യാറാണ് എന്ന് ഉറച്ചു നിന്നു ബലി മഹാരാജ്. അപ്പൊ അതുപോലെ ഏതൊരു സാഹചര്യത്തിലും സമയത്തിന്റെയോ അല്ലെങ്കിൽ സിറ്റുവേഷൻസിന്റെയോ ഇൻഫ്ലുവൻസിനാൽ എന്താ പറയാ മാറ്റപ്പെടാതെ ഏതൊരു സാഹചര്യത്തിലും ഭഗവാന്റെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ഡിസയർസിനനുസരിച്ച് വർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് മഹാജനർ അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഭീഷ്മദേവരും. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി. സോ അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും വന്നതും അദ്ദേഹത്തിന് ആദരങ്ങൾ അർപ്പിച്ചത്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയണം എന്തുകൊണ്ടാണ് ഭഗവാന്റെ ഭക്തരുടെ പ്രശസ്തി എത്രത്തോളം മഹനീയമാണെന്ന് പറയുന്നത് എന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവും രാമാന്തരായുമായിട്ടുള്ള ഒരു സംവാദമുണ്ട്. അപ്പം ശരിക്കും എല്ലാം അറിയുന്ന ആളാണ് ചൈതന്യ മഹാപ്രഭു. പക്ഷേ അദ്ദേഹത്തിനും ഒരു ഉത്തമ ഭക്തനിൽ നിന്ന് കേൾക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു. അപ്പം രാമാന്തരായോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിന്റെ ഉത്തരം ശരിക്കും ചൈതന്യ മഹാപ്രഭു ആണ് രാമാന്തരായയുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നതും അദ്ദേഹം അത് പുറത്തേക്ക് പറയുന്നതും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു എന്താ പറയാ ഒരു പപ്പറ്റ് അല്ലെങ്കിൽ ഒരു ഒരു പാവയെ പോലെ വർത്തിക്കണം. അങ്ങ് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതും അങ്ങ് തന്നെയാണ് അതിന്റെ ഉത്തരങ്ങൾ എൻ്റെ ഹൃദയത്തിൽ മാനിഫെസ്റ്റ് ആക്കുന്നതും. എങ്കിലും അതെന്റെ നാവിലൂടെ പുറത്തേക്ക് വരുന്നു എന്ന് മാത്രം എന്ന് രാമാന്തരായി പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കോൺവെർസേഷനിൽ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. വളരെ വളരെ മഹത്തരമായ ചോദ്യങ്ങളാണ് അതെല്ലാം. വളരെ എന്താ പറയാ ഹൈ ഫിലോസഫിയാണ്, നമുക്ക് അതിലേക്ക് കടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും ഈ ഒരു കാര്യം മാത്രം ഇവിടെ ഡിസ്കസ് ചെയ്യാം. അതായത് ഭഗവാൻ കീർത്തിമാന്മാരിൽ വെച്ച് ഏറ്റവും കീർത്തിമാനായത് ആരാണ്, അല്ലെങ്കിൽ ഓഫ് ഓൾ ദ ഗ്ലോറിയസ് പീപ്പിൾ ഹൂ ഇസ് ദ മോസ്റ്റ് ഗ്ലോറിയസ് ആണ്. കീർത്തിഗണ മധ്യേ കിം കിം ബഡാ കീർത്തി. അപ്പൊ അതിന് ഉത്തരമായിട്ട് രാമാന്തരായി പറഞ്ഞു, കൃഷ്ണഭക്ത ബലിയ യാനാര ഹയ ഖ്യാതി. ആരാണോ കൃഷ്ണഭക്തൻ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് അതാണ് ഏറ്റവും വലിയ കീർത്തിമാൻ. അതായത് ദ ഗ്രേറ്റസ്റ്റ് ഫെയിം ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് ദ ഫെയിം ഓഫ് എ പേഴ്സൺ ആസ് എ ഡിവോട്ടി ഓഫ് കൃഷ്ണ. അപ്പൊ നമുക്ക് ഇന്നത്തെ ലോകത്തിൽ ഒരുപാട് പേരെ വളരെ ഫേമസ് ആയിട്ടുണ്ട്. ചിലർ ആക്ടേഴ്സ് ആയിരിക്കാം, ചിലർ സ്പോർട്സ് ഫീൽഡിലായിരിക്കാം, ചിലരെന്താ പൈസ അല്ലെങ്കിൽ ബിസിനസ് ആ ഒരു ധനത്തിന്റെ കാര്യത്തിലായിരിക്കാമല്ല. പക്ഷേ ഭാഗവതത്തിലൂടെയും ചൈതന്യ ചരിതാമൃതത്തിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് വെച്ചാല് എന്താണ്, ഭഗവാന്റെ ഭക്തനാവുക അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തൻ എന്ന രീതിയിലുള്ള പ്രശസ്തിയാണ് മറ്റേതൊരു പ്രശസ്തിയെക്കാളും ഉത്തമമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അത്തരത്തിൽ
ഭഗവാന്റെ ഭക്തൻ എന്ന രീതിയിൽ പ്രശസ്തനായതുകൊണ്ടാണ് ഇവിടെ ഭീഷ്മദേവരെ പ്രകീർത്തിച്ചിരിക്കുന്നത്. അപ്പോ അവിടെ വന്നിരിക്കുന്നത് പല പ്ലാനറ്റ്സിൽ നിന്നും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പർപ്പോട്ടിൽ ശിലപ്രഭാത് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇന്റർ പ്ലാനറ്ററി ട്രാവൽ അന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ ഗോളാന്തര യാത്ര അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ ഇഷ്യൂ ഒന്നും ആയിരുന്നില്ല. അത് വളരെ എളുപ്പത്തിൽ അവർ സാധിച്ചിരുന്നു. കാരണം അവര് ഇന്ന് നമ്മൾ ആശ്രയിക്കുന്നത് പോലെയുള്ള മെക്കാനിക്കൽ ആയിട്ടുള്ള ഡിവൈസസ് കൊണ്ടല്ല ട്രാവൽ ചെയ്തിരുന്നത്. ഇൻസ്റ്റെഡ് ദേ ഹാഡ് ബെറ്റർ അല്ലെങ്കിൽ സട്ടിൽ സയൻസസ് ടു ഫോർ ട്രാൻസ്പോർട്ടിങ് ദംസെൽസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇത് നമുക്ക് ഭാഗവതത്തിലുടനീളം കാണാം. പല സമയത്തും നാരദമുനി പലയിടത്തും പ്രത്യക്ഷമാകുന്നത് അല്ലേ. നാരദമുനിക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാമെന്നുള്ള ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇന്ദ്രനും അതെ, പല സമയത്തും ഇന്ദ്രനും ഓരോ യജ്ഞങ്ങൾ തകർക്കാനായിട്ടോ അല്ലെങ്കിൽ ഓരോ പാസ്റ്റ് ടൈംസിന്റെയും പങ്കുചേരാനായിട്ടൊക്കെ ഇന്ദ്രനും അതുപോലെ പ്രത്യക്ഷനാവുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാസ്റ്റ് ടൈംസിൽ ബ്രഹ്മദേവൻ വരുന്നുണ്ട്. ഇവരൊക്കെ ഭൂമിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എന്താണ്, വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാനറ്റ്സിലാണ് ഇവരൊക്കെ ഉള്ളത്. ബ്രഹ്മദേവൻ സത്യലോകത്താണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് പെട്ടെന്ന് ഇവിടെ വരുന്നത് നമുക്കിപ്പോൾ എയർപ്ലെയിൻ ഒക്കെ വെച്ച് നോക്കിയാൽ അതൊന്നും സാധ്യമേ അല്ല എന്ന് തോന്നിപ്പോകും. പക്ഷേ ഇവർക്ക് അങ്ങനെയുള്ള ട്രാവലിനുള്ള ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള ജ്ഞാനം അവർക്കുണ്ടായിരുന്നു. ഇതൊരു സട്ടിൽ മെറ്റീരിയൽ സയൻസ് ആണെന്ന് പറയുന്നത്. ജഗദാസ് സ്വാമി ഗുരുമഹാരാജ് പറയാറുണ്ട്, ഇതെല്ലാം സട്ടിൽ സയൻസ് അല്ലെങ്കിൽ എന്താ പറയുക മിസ്റ്റിക്കൽ പവേഴ്സ് എന്നൊക്കെ പറയാം. പക്ഷെ അതൊക്കെയും എന്താണ്, മെറ്റീരിയൽ എനർജിയുടെ തന്നെ ഡിഫറെന്റ് മാനിഫെസ്റ്റേഷൻസ് ആണ്. നമ്മൾ മെറ്റീരിയൽ എനർജീസ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ പ്രത്യേകിച്ചും മെറ്റീരിയൽ എനർജീനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വളരെ ഗ്രോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥൂലമായിട്ടുള്ള രീതിയിലാണ്. പക്ഷെ അത് തന്നെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ നമുക്കത് മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്നത് പോലെ ഇത്തരത്തിലുള്ള ട്രാവൽസ് ഒക്കെ നമുക്കും നടത്താൻ കഴിയും. അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഭാഗവതത്തിലുടനീളം കാണുന്നുമുണ്ട്. അത് അത്ര വലിയ ഒരു കാര്യമായിരുന്നില്ല, പക്ഷെ അത് പോസിബിൾ ആണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ പുഷ്പവൃഷ്ടി നടത്തിയത് എന്നുള്ള ഒരു ഡിസ്കഷനുണ്ട്. അവരുടെ റെസ്പെക്ട്സ് അല്ലെങ്കിൽ ആദരവുകൾ ഓഫർ ചെയ്യണം. ഇത്രയും മഹത് വ്യക്തിയായ ഇദ്ദേഹം ശരീരത്യാഗം ചെയ്യുന്ന സമയത്ത് അവിടെ സന്നിഹിതരായി ആദരങ്ങൾ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളും ഇതുപോലെ മരണാസന്നരായി കിടക്കുന്ന ആൾക്കാരെ വിസിറ്റ് ചെയ്യാറുണ്ട്, അവിടെ പോയി നിൽക്കാറും അല്ലെങ്കിൽ അവരെ സാന്ത്വനിപ്പിക്കാറുണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു എന്താ പറയാ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ ഒരു നന്ദി രേഖപ്പെടുത്തുന്ന ഒരു അവസരമാണ്. മാത്രമല്ല ഉന്നതരായ വ്യക്തികളാകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ആക്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു സേവനമാണ്, ഒരു സർവീസും കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ചില പ്രഭാതർ പറയുന്നുണ്ട്, എന്താണ് അദ്ദേഹത്തിന്റെ ശരീരം എന്ന് പറയുന്നത്, ഭീഷ്മദേവരുടെ ശരീരം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സ്പിരിച്വലൈസ്ഡ് ആണ്, തീർച്ചയായിട്ടും മെറ്റീരിയൽ ആയിരുന്നില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശരീരം സ്പിരിച്വലൈസ്ഡ് ആയി മാറിയത്? ഭഗവാന്റെ ഭക്തനായതുകൊണ്ടും അദ്ദേഹത്തിന്റെ എല്ലാ ആക്ടിവിറ്റീസും ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുന്നത് കൊണ്ടും. ഋഷികേന സേവനം എന്ന് പറയുന്നു അല്ലേ. അപ്പം സർവോപാധി വിനിർമുക്തം, നമ്മൾ ഭഗവാന്റെ സേവനത്തിനായി നമ്മുടെ എല്ലാ സെൻസസും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഋഷികേശന്റെ സേവനത്തിനായി ഋഷിക യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ എല്ലാ മെറ്റീരിയൽ ഡെസിഗ്നേഷൻസും നമ്മളിൽ നിന്നും മാറും, അല്ലെങ്കിൽ എല്ലാ മെറ്റീരിയൽ കണ്ടാമിനേഷൻസും മാറി നമ്മൾ പ്യൂരിഫൈ ആകും. അപ്പൊ ഭക്തിയുത സേവനം ചെയ്യുന്നതിന്റെ പ്രധാന ഒരു ഉദ്ദേശം, പ്രാക്ടിക്കൽ ഡിവോഷണൽ സർവീസ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഗ്രോസ് ആൻഡ് മെറ്റീരിയൽ ബോഡീസ്, സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരങ്ങളുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും പ്യൂരിഫൈ ആയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്പിരിച്വലൈസ് ആയി നമുക്ക് നമ്മുടെ സ്വരൂപം മനസ്സിലാക്കി ഭഗവാന്റെ ധാമത്തിലേക്ക് ചെന്ന് ഭഗവാന്റെ നിത്യസേവയിൽ ഏർപ്പെടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഓരോ അവയവങ്ങളും നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് പ്യൂരിഫൈഡ് ആയിക്കൊണ്ടിരിക്കും, അതിന് ഒരു സ്പിരിച്വൽ ക്വാളിറ്റി അറ്റൈൻ ആവും. അതിനൊരു ഉദാഹരണം ഇവിടെ ശ്രീല പ്രഭാതർ പറയുന്നുണ്ട്. എങ്ങനെയാണോ ഇരുമ്പിനെ അഗ്നിയിൽ വെച്ച് കഴിയുമ്പോൾ റെഡ് ഹോട്ട് അയൺ ആകുമ്പോൾ എന്ത് പറ്റുന്നു, അതിന് ആ ഇരുമ്പായിരുന്ന സാധനത്തിന് അഗ്നിയുടെ ഒരു ഗുണം അതിന് കിട്ടും, അഗ്നിയെ പോലെ അത് പ്രവർത്തിക്കും അല്ലേ. അപ്പൊ അങ്ങനെ അഗ്നിയെ പോലെ അത് പ്രവർത്തിക്കുന്നത് അത് അഗ്നി ആയതുകൊണ്ടല്ല, പക്ഷെ അഗ്നിയുടെ ഗുണം അതിന് വന്നു ചേരുന്നത് കൊണ്ടാണ്. അഗ്നിയുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് അഗ്നിയുടെ ഗുണം ഇരുമ്പിന് ലഭിക്കുന്നു. അതുപോലെ നമ്മളും
ഭഗവാനുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ, ഭഗവാന്റെ ഭക്തന്മാരുടെ സേവനത്തിൽ ഏർപ്പെടുമ്പോഴും ഭഗവാന്റെ ആ ഒരു എന്താ പറയുക അതീന്ദ്രിയമായ ഗുണങ്ങൾ നമുക്കും എത്തിച്ചേരുകയും നമ്മുടെ ശരീരവും കംപ്ലീറ്റ്ലി സ്പിരിച്വൽ ആയി തീരുകയും ചെയ്യും. ഉത്തമരായ ഭക്തന്മാരുടെ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ഒക്കെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അവരുടെ ശരീരം ഒരിക്കലും ഒരു മെറ്റീരിയൽ ബോഡി ആയിട്ട് നമ്മൾ കാണാൻ പാടില്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സ്പിരിച്വലൈസ്ഡ്, കംപ്ലീറ്റ്ലി പ്യൂരിഫൈഡ്. അപ്പോ അതുകൊണ്ടും കൂടിയാണ് ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ എത്തുന്നത് സാധാരണ ആചാര്യന്മാർക്കെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരാൾക്ക് പൂർണ്ണമായും എന്താണ് പറയാ ആത്മീയമായ നിലയിലെത്തി അല്ലെങ്കിൽ ആധ്യാത്മികമായ നിലയിലെത്തിയ ഒരാളുടെ ശരീരം എന്ന് പറയുന്നത് മെറ്റീരിയലേ അല്ല, ഇറ്റ് ഈസ് സ്പിരിച്വൽ. അതിന് സ്റ്റിൽ സ്പിരിച്വൽ വൈബ്രേഷൻസ് ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയാ അതിന്റെ ഫൈനൽ റൈറ്റ്സ് ചെയ്യുന്നതും ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ദഹനം അല്ലെങ്കിൽ എന്താ പറയാ ചിത എരിക്കുകയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആചാര്യന്മാരുടെ അല്ലെങ്കിൽ സ്പിരിച്വലി എലിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ശരീരം അവരെ ദേഹം വെടിയുന്ന സമയത്ത് ആ ശരീരത്തിനെ നമ്മൾ ആദരിക്കുകയും അതിന് പൂർണ്ണ ആദരവുകളോടുള്ള ചടങ്ങുകൾ ചെയ്യുകയും അതിനുശേഷം അവരെ സമാധിയിരുത്തുകയുമാണ് ചെയ്യാറ്. നമ്മളത് പലരുടെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ശ്രീല പ്രഭുപാദരുടെയും ഈ റീസെന്റ് ആയിട്ട് ഭക്തിചാരു സ്വാമി മഹാരാജിന്റെ അങ്ങനെ ഒരുപാട് പേരുടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ശ്രീല പ്രഭുപാദരും ഇതുപോലെ ഭീഷ്മദേവരെ പോലെ അദ്ദേഹം അദ്ദേഹം വെടിയാനുള്ള ആ ഒരു അവസ്ഥയിലായിരുന്നപ്പോഴും അദ്ദേഹം ഭാഗവതത്തിന് സർവ് ചെയ്യുകയായിരുന്നു, ഭാഗവതത്തിന് ട്രാൻസ്ലേഷൻ ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾസിന് വളരെയധികം വിഷമമുണ്ട്. അവരെ വിഷമിക്കുമ്പോഴും ഇദ്ദേഹം ചില പ്രഭാത അവരെ അങ്ങോട്ട് സാന്ത്വനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ മരണാസന്നായ ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അവരെ എന്താ പറയാ അവരുടെ ഇത് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ സാന്ത്വനിപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷേ ആചാര്യന്മാരും അല്ലെങ്കിൽ ചില പ്രഭാതെ പോലുള്ളവരൊക്കെ എന്താണ് ചെയ്യുന്നത്, അവരുടെ ആ ലാസ്റ്റ് മൊമെന്റിലും അവരെ ഭഗവാന്റെ സേവനം ചെയ്യുകയും അവർ ഭക്തന്മാരെ സേവിക്കുകയും ഭക്തന്മാർക്ക് ഭക്തിയിൽ തുടരാനുള്ള പ്രചോദനം നൽകുകയും ചെയ്യും. നമ്മൾ കണ്ടു ഇവിടെ യുധിഷ്ഠിർ മഹാരാജാവിനെ എങ്ങനെയാണ് ഇദ്ദേഹം ഒരു രാജാവെന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ ഉപദേശങ്ങളും നൽകുകയും അതിനുശേഷം എന്താ പറയാ എല്ലാം ഭഗവാന്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഭഗവാന്റെ വില്ലാണ് ഏറ്റവും സുപ്രീം, എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അദ്ദേഹത്തിന്റെ ഇതിലാണ്, എല്ലാം നമ്മൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് പ്രചോദനം നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ മുഴുവൻ ഇവരെ കേൾപ്പിക്കുകയും ചെയ്തു. അപ്പം അത് ഒരു ഉത്തമനായ ഭക്തന്റെ ആക്ടിവിറ്റീസ് ആണ്. ഏതൊരവസ്ഥയിലും എത്ര ഫിസിക്കലി എത്ര ഇതായിട്ടുള്ള അവസ്ഥയാണെങ്കിലും ഭഗവത് സേവനം ഭഗവത് സേവനവും ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള സേവനം അവർ ഒരിക്കലും വെടിയുകയില്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഭഗവാന്റെ ഭക്തന്മാർക്കും അവരുടെ ശരീരവും ആത്മീയമായി തീരുന്നത് എന്ന് ശ്രീല പ്രഭുപാദർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇതേ കാര്യം ഭാഗവതത്തില് പലയിടത്തും മെൻഷൻ ചെയ്യുന്നുണ്ട് പർപോർട്സിൽ. ഭാഗവതത്തില് എന്താ പറയാ 26 ക്വാളിറ്റീസ് ഓഫ് എ ഡിവോട്ടി പറയുന്നുണ്ട്, വൈഷ്ണവന്റെ 26 ഗുണങ്ങൾ. ആ ശ്ലോകങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ പറയും എന്താണ്, അനീഹ എന്നൊരു ക്വാളിറ്റി ഉണ്ട്. അതായത് എല്ലാ ആക്ടിവിറ്റീസും ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയാണ്, നോട്ട് ഫോർ ഹിംസെൽഫ്. അത് ആ 26 ക്വാളിറ്റീസിലാണ്. നമുക്കറിയാം ഒരുപാട് ക്വാളിറ്റീസ് നമുക്കറിയാം. കമ്പാഷൻ, എന്താ പറയാ മാനത, മറ്റുള്ളവർക്ക് റെസ്പെക്ട് കൊടുക്കുക, അമാനിന നമ്മൾ സ്വയം റെസ്പെക്ട് നേടാതിരിക്കുക. നമ്മൾ കേൾക്കാറുണ്ടല്ലേ, ത്രിനാഥപി സുനീചേന തരോരിവ സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. അപ്പൊ അങ്ങനെ എന്താണ് ഹ്യൂമിലിറ്റി, ഹമ്പിളായിട്ട് വളരെ ഒരു പുൽക്കൊടിയോളം താഴ്മയോടുകൂടിയും ഒരു മരത്തിനോളം സഹിഷ്ണുതയോടുകൂടിയും മറ്റുള്ളവർക്ക് നമ്മൾ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് സ്വയം റെസ്പെക്ട് എന്താ പറയാ പ്രതീക്ഷിക്കാതെയും പ്രവർത്തിക്കുന്നവരാൾക്കാണ് എപ്പോഴും ഹരിനാമം ജപിക്കാൻ കഴിയുന്നത്. സദാ കീർത്തനീയ അല്ലെ, കീർത്തനീയ സദാഹരി എന്ന് പറയുന്നത്. അപ്പൊ ആ പറയുന്ന ക്വാളിറ്റീസിൽ ഇതെല്ലാം ആ 26 ക്വാളിറ്റീസ് പറയുന്നുണ്ട്. അതിന്റെ ആ പർപ്പോർട്ടിൽ ചില പ്രഭുപാദർ ഓരോ ക്വാളിറ്റിയും വളരെ വ്യക്തമായി എടുത്ത് പറയുന്നുണ്ട്, അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ. അവിടെ കൃത്യമായി പ്രഭുപാദർ പറയുന്നുണ്ട്, എപ്പോ നമ്മള് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നുവോ, എപ്പോൾ നമ്മൾ ഫുൾ ഫെയ്ത്തോടു കൂടി നിൽക്കുന്നുവോ, അപ്പോൾ നമുക്ക് ഈ ക്വാളിറ്റീസ് എല്ലാം
ഗോഡ്ലി ക്വാളിറ്റീസ് എല്ലാം നമ്മളിൽ വന്നു ചേരും. അപ്പൊ അങ്ങനെ ഭഗവാനിൽ പൂർണ്ണമായ വിശ്വാസത്തോടെ വർത്തിക്കുന്നവരെ എന്ത് പറയുന്നു? സത്തമർ എന്നാണ് പറയുന്നത്. സത്തമ. നമ്മൾ പുരുഷോത്തമ എന്ന് ഭഗവാനെ പറയും. പക്ഷെ ഭഗവാന്റെ ഭക്തവരെ എന്താണ് പറയുന്നത്? സത്തമ. അപ്പൊ അങ്ങനെയുള്ള സത്തർ എന്ത് ചെയ്യണം? ഭഗവാന്റെ ശരണം. ഒരു ക്വാളിറ്റി മത് ശരണ, ഭഗവാന്റെ ആശ്രയം എടുക്കുക എന്നുള്ളത്. അപ്പൊ ഭഗവാന്റെ ആശ്രയം എടുത്തുകൊണ്ട് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തിരിക്കുന്ന എല്ലാവർക്കും സത്തമരാകാൻ കഴിയുമെന്ന് ശ്രീല പ്രഭുപാദർ ആ പർപ്പോട്സിൽ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നതാണ്, അതായത് ഒരു ഭക്തന്റെ വിയോഗത്തിൽ അദ്ദേഹത്തിനെ കാണാൻ വരികയും എല്ലാവരും അദ്ദേഹത്തിന് ആദരവ് അർപ്പിക്കുകയും ചെയ്യുന്നത്. അതും ഒരു ഡിവോഷണൽ സർവീസിന്റെ ആസ്പെക്റ്റ് ആണ്. പിന്നെ നമ്മള് ഇവിടെ ചില പ്രഭാതര് ഇതിൽ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ശരീരം അല്ലെങ്കിൽ പൂർണ്ണമായി ആത്മീയമായിരിക്കുന്ന ശരീരത്തിനുള്ള എന്താണ് ഭൗതികമായി കണക്കാക്കാൻ പാടില്ല. അവർക്ക് സവിശേഷമായ സംസ്കാര കർമ്മങ്ങൾ നിഷ്കർഷിച്ചിരിക്കുന്നു. അപ്പം ഈ ആചാര്യന്മാരുടെ സമാധികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമാധിയിലും ചെല്ലുമ്പോൾ ശരിക്കും ഇപ്പോഴും അവിടെ അവരുടെ അവരുടെ ഭൗതിക ശരീരം അവിടെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നും അത് പൂർണ്ണമായും ആത്മീയമായത് കൊണ്ട് തന്നെ അതിൽ നിന്നും ആധ്യാത്മികമായിട്ടുള്ള പ്രകമ്പനങ്ങൾ അല്ലെങ്കിൽ സ്പിരിച്വൽ വൈബ്രേഷൻസ് ആണ് അവിടെ നിന്ന് കിട്ടുന്നത്. ആ അറ്റ്മോസ്ഫിയറിൽ ഇപ്പോഴും അവരുടെ ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് എപ്പോഴും നിറഞ്ഞു നിൽക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ അവിടെ പ്രണാമങ്ങൾ അർപ്പിക്കുകയും പ്രാർത്ഥനകൾ ഓഫർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഇതിന്റെ ഉദാഹരണം നമുക്ക് ശ്രീല പ്രഭുപാദരുടെ ജീവിതത്തിൽ നമുക്ക് ലീലാമൃത വായിക്കുമ്പോഴൊക്കെ കാണാൻ കഴിയും അല്ലെ. പ്രഭുപാദര് രാധാ ദാമോദർ മന്ദിരത്തിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹം തൊട്ടടുത്ത് തന്നെയുള്ള രൂപഗോസ്വാമിയുടെ സമാധിയിൽ പോയി അവിടെ സേവനങ്ങൾ ചെയ്യുമായിരുന്നു. മീനിയൽ സർവീസസ്, അവിടെ അടിച്ചുവാരി വൃത്തിയാക്കി ഇടുക, എപ്പോഴും നന്നാക്കി ക്ലീൻ ചെയ്തിടുക, അവിടെ ഇരുന്ന് പ്രാർത്ഥനകൾ ചൊല്ലുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. അപ്പൊ ചിലപ്പോഴൊക്കെ അവിടെയുള്ള ചുറ്റുമുള്ള ആൾക്കാർ പറയാറുണ്ടായിരുന്നു, രാത്രി മിഡ് ഓഫ് ദ നൈറ്റിലും ചിലപ്പോൾ അവിടെ ആരെങ്കിലും ഒക്കെ കരയുന്ന ശബ്ദം കേൾക്കും. അത് നോക്കുമ്പോൾ ശ്രീല പ്രഭുപാദർ അവിടെ ഇരുന്ന് എന്താണ് രൂപഗോസ്വാമിയോട് മേഴ്സി അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കരയുകയായിരിക്കും. അപ്പൊ അതുപോലെ നമ്മളത് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം രൂപഗോസ്വാമി എന്ന് പറയുന്നത് വളരെ എക്സോൾട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഭഗവാന്റെ പാർഷദന്മാരിൽ ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഒരുപാട് നമുക്കറിയാം അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ അല്ലെ. അപ്പം ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം ഒരുപാട് ലിറ്ററേച്ചേഴ്സ് നൽകുകയും ഭക്തിയുടെ പാഠങ്ങളെല്ലാം തന്നെ നമുക്ക് വേണ്ടി നൽകുകയും ചെയ്ത വ്യക്തിയാണ് രൂപഗോസ്വാമി. അപ്പൊ അങ്ങനെയുള്ള രൂപഗോസ്വാമിയുടെ സമാധിയിൽ പോയിരുന്ന നമ്മളെ രൂപാനുകർ എന്നാണ് പറയുക അല്ലെ, ഈ രൂപഗോസ്വാമിയുടെ ഫോളോവേഴ്സ്, അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നവർ. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സ് തേടുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീല പ്രഭുപാദർ അവിടെ പോയിരുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നത്. അപ്പൊ ഇത് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓക്കെ, അങ്ങനെയുള്ള എക്സോൾട്ടഡ് ആൾക്കാർക്ക് അല്ലെങ്കിൽ ശ്രീല പ്രഭുപാദർ അത്രയും ഉയർന്ന ഒരു സ്ഥിതിയിലായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് തോന്നിയത് എന്നൊക്കെ തോന്നാൻ. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ഹൃദയം ശുദ്ധമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇന്റൻഷൻസ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് ഫീൽ ചെയ്യാൻ പറ്റും എന്ന് ശ്രീ രാധാനാഥ് സ്വാമി മഹാരാജിന്റെ ബയോഗ്രഫിയിൽ, അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് ജേർണി ഹോം എന്നുള്ള ആ പുസ്തകത്തില് രാധാനാഥ് സ്വാമി മഹാരാജ് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പിരിച്വൽ പാത്സ് കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഭഗവാനെ കുറിച്ച് അറിയണം അല്ലെങ്കിൽ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പലതരം സ്പിരിച്വൽ ഗ്രൂപ്പിന്റെ കൂടെയും ഇന്ററാക്ട് ചെയ്യുകയും അവരിൽ നിന്ന് നല്ല നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യും. പക്ഷെ അദ്ദേഹം ആരോടുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഏറ്റെടുത്തില്ല. കാരണം ഇതാണ് ഏത് വഴിയാണ് ഏറ്റവും ഉത്തമം എന്ന്, അതിനോട് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ കമ്മിറ്റഡ് ആയിരിക്കും എന്നുള്ള ഉറപ്പുള്ളതിൽ മാത്രമേ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അപ്പൊ അദ്ദേഹവുമായി ഇന്ററാക്ട് ചെയ്ത പലരും, പലതരം ഗുരുക്കന്മാരും അദ്ദേഹത്തിന് ശിഷ്യനായി സ്വീകരിക്കാൻ തയ്യാറായി ദീക്ഷയൊക്കെ നൽകാൻ തുടങ്ങും. പക്ഷെ അദ്ദേഹം വളരെ എന്താണ് ഹമ്പിളായിട്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒഫൻഡ് ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴും ആ ഒരു കൺവിക്ഷൻ വന്നിട്ടില്ല. ആ കൺവിക്ഷൻ വന്നാൽ ഏത് പാതയാണ് ശരിയായിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ആ പാതയിലുള്ള ഒരു ഗുരുവിനെ എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു
കൺവിക്ഷൻ, ഒരു ഉറപ്പ് എനിക്ക് വന്നാൽ മാത്രമേ എനിക്ക് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാവുന്നുള്ളൂ. അതിനുള്ള സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ പലയിടത്തു നിന്നും അദ്ദേഹം ആ ഒരു റിക്വസ്റ്റ് വളരെ ഹംബിളായിട്ട് ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ അദ്ദേഹം വൃന്ദാവനത്തിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് കൃഷ്ണദാസ് ബാബാജി എന്നുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഭഗവാനെക്കുറിച്ച്, രാധാറാണിയെക്കുറിച്ച് ഒക്കെ കേൾക്കാൻ പറ്റി. അപ്പം ഇദ്ദേഹത്തിന് കേൾക്കും തോറും കൂടുതൽ കൂടുതൽ അറിയാനുള്ള ആഗ്രഹം വന്നു. അപ്പോൾ ഒരു തവണ രൂപ ഗോസ്വാമിയെ പറ്റി, സനാതന ഗോസ്വാമിയെ പറ്റിയും അവർ ചെയ്ത കാര്യങ്ങളെ പറ്റിയും ഒക്കെ കേൾക്കാനും ഇടയായി. അതിനുശേഷം ഭഗവാന്റെ കൃപ കൊണ്ട് ഇദ്ദേഹത്തിന് കുറച്ച് നാൾക്കുള്ളിൽ തന്നെ രൂപ ഗോസ്വാമിയുടെ സമാധി ദർശിക്കാനുള്ള അവസരവും ലഭിച്ചു. അപ്പോൾ രാധാസ്വാമി മഹാരാജിന്റെ ആ ഒരു ചാപ്റ്റർ നമ്മൾ വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും, അദ്ദേഹം രൂപ ഗോസ്വാമിയെ കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഭക്തി എന്നുള്ള പാത സ്വീകരിച്ചിട്ടില്ല. ഭഗവാനെ കുറിച്ച് കുറച്ച് കേട്ടിട്ടുണ്ട്. വൃന്ദാവനത്തിൽ പോകുന്ന എല്ലാവരും ഭഗവാനെ കുറിച്ചും രാധാറാണിയെ കുറിച്ചും കേൾക്കാനിടയുണ്ടല്ലേ. അപ്പം രൂപ ഗോസ്വാമിയെ കുറിച്ചും കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ രൂപ ഗോസ്വാമിയുടെ സമാധിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അദ്ദേഹം അവിടെ വന്നപ്പോഴത്തേക്കും അത് എനിക്ക് കൃത്യമായിട്ട് അതുപോലെ പറഞ്ഞു തരാൻ കഴിയുന്നില്ല. പക്ഷേ എന്താ പറയുക, അവിടെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവിടെ ഒരു സാധുവിന്റെ ഓവർവെൽമിങ് പ്രസൻസ്, എല്ലായിടത്തും ഒരു പ്രസൻസ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ പറ്റി. പ്രസൻസ് വെച്ചാൽ സാധാരണ ഒരു പ്രസൻസ് അല്ല, എന്താണ്, ഒരു ഗ്രേസ്, നമുക്ക് എന്താണ് ഭഗവത് പ്രേമം നൽകുന്ന തരത്തിലുള്ള ഒരു ഗ്രേസ് അവിടെ ഫുൾ പ്രസന്റ്. അതൊരു അദ്ദേഹത്തിനെ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, എംബ്രേസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് അദ്ദേഹത്തിന് തോന്നിയത്. അപ്പൊ ആ ഒരു ഫീലിംഗ് വന്നപ്പോ അദ്ദേഹത്തിന് അതിന്റെ വരുമ്പോൾ ചേഞ്ചസ് എന്തൊക്കെയാണെന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ എന്താ പറയാ, നമ്മൾ എക്സ്റ്ററ്റിക് സിംറ്റംസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഭാരമില്ലാതായി തോന്നുന്നതായിട്ട്, മനസ്സിന് മുകളിലുമായിട്ട് ഉയർന്ന് ശരീരത്തിനും മനസ്സിനും മേലെയാണ് ഉള്ള ഒരു സ്ഥിതി ഉണ്ടല്ലോ, വളരെ ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് തോന്നുകയും വളരെ ഹംബിൾഡ് ആവുകയും ഈ ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടുന്നതിൽ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുകയും കണ്ണിന്ന് കരച്ചിൽ വരികയും ഒക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പം അദ്ദേഹത്തിന് അപ്പം മനസ്സിലായത് ഇതാണ്, ഭഗവാന്റെ സ്നേഹം അല്ലെങ്കിൽ ഭഗവത് ഭക്തി, കൃഷ്ണപ്രേമം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഗ്ലിംസ്, ഒരു ചെറിയ ഒരു കാഴ്ച, അത് എത്രത്തോളം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ആ ഒരു ചെറിയ കാഴ്ച കിട്ടുന്നതിൽ എന്താണ്, അത് ഇനിയും ഇനിയും കിട്ടാനുള്ള ഒരു ക്രേവിങ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പം ഈ മഹാരാജനും അതുപോലെ ഒരു ഫീലിംഗ് ആണ് അവിടെ ഉണ്ടായത്. ആൻഡ് എന്നെ പോലെ ഇത്രയും ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒരു വ്യക്തിക്കും രൂപ ഗോസ്വാമി പാദ് ഇങ്ങനെ ഒരു ബ്ലെസ്സിങ് നൽകിയല്ലോ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡും അദ്ദേഹം അത് അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ആചാര്യന്മാരുടെ ശരീരം അല്ലെങ്കിൽ ഭൗതിക ശരീരമല്ല എന്ന് പറയുന്നതും, അവരുടെ ആ ഒരു ബ്ലെസ്സിങ്സ് ആ സമാധി ഏരിയയിൽ എപ്പോഴും ഉണ്ടാവും എന്ന് പറയുന്നതും ഈ ഒരു പാസ് ടൈമിലൂടെ മഹാരാജ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ മഹാരാജ് പറയുന്ന പോലെ ആ ഒരു ഫുൾ ഡെപ്തിൽ അല്ലെങ്കിൽ ഫുൾ എന്താ പറയാ, ഇതിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. പക്ഷെ അത് പറ്റുന്നവരൊന്ന് വായിച്ചു നോക്കുക, വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, അതായത് ഓരോ വ്യക്തികളും മഹത്വം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ തുച്ഛമാണ്. എപ്രകാരമാണോ ഒരു ഐസ്ബർഗ്, ഇപ്പൊ നമ്മൾ ടൈറ്റാനിക്കിന്റെ ഒക്കെ കഥ കേട്ടിട്ടുണ്ടല്ലേ, ഐസ്ബർഗ് ഒഴുകി നടക്കുമായിരുന്നു, അതിന്റെ മോൾ ഭാഗം മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ, അതിന്റെ വലിപ്പം അറിയാത്തത് കൊണ്ടാണ് മെയിൻ ഇഷ്യൂ ഉണ്ടായതെന്നൊക്കെ. ഇപ്പൊ ഒരു ഐസ്ബർഗ് നമ്മൾ കാണുമ്പോൾ അതിന്റെ ഒരു കാൽഭാഗത്തിലും താഴെ ശരിക്കും സർഫസിൽ കാണുകയുള്ളൂ, കൂടുതൽ ഭാഗവും വെള്ളത്തിന്റെ അടിയിലാണ്, കാണാൻ പറ്റാത്ത രീതിയിലാണ്. അതുപോലെയാണ് ഭഗവാന്റെ ഭക്തന്മാരുടെ ഗ്ലോറീസും. നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നത് വളരെ 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 ലിമിറ്റഡ് ആണ് നമ്മുടെ സെൻസസ്. നമ്മുടെ 4 ഡിഫക്ട്സിലേ ഒന്നതാണ് ഇംപെർഫെക്റ്റ് സെൻസസ് അല്ലെ, മിസ്റ്റേക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസീസ്, ഇതൊക്കെ നമ്മുടെ ഡിഫക്ട്സ് ആണ്. അപ്പം അങ്ങനെയുള്ള നമുക്ക് ഒരിക്കലും ഒരു ഡിവോട്ടിയെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഡിവോട്ടിയുടെ ഫുൾ ഗ്ലോറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് മറ്റു ഭക്തന്മാരുടെ വാക്കുകളിലൂടെ നമുക്ക് കുറച്ചെങ്കിലും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ശ്രീല പ്രഭുപാദരുടെ ഗ്ലോറി നമ്മൾ എപ്പോഴും ദിവസവും ശ്രീല പ്രഭുപാദരെ പറ്റി കേൾക്കുകയും കാണുകയും അല്ലെങ്കിൽ പ്രണാമം അർപ്പിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ നമുക്ക് ഇനിയും അദ്ദേഹത്തിന്റെ മഹത്വം പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് എത്ര പേരെയാണ് അദ്ദേഹം
ഭക്തരാക്കി മാറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ ലൈഫിൽ നിന്നും പുറത്തു കടക്കാനുള്ള ആ ഒരു ഡിവൈൻ ഗിഫ്റ്റ്, കൃഷ്ണ കോൺഷ്യസ്നസിന്റെ ഡിവൈൻ ഗിഫ്റ്റ് എത്ര പേർക്ക്, ഒരു പരിചയമില്ലാത്ത എത്ര പേർക്കാണ് ഈ ഡിസ്ട്രിബ്യൂഷനിലൂടെ ഇത് എത്തിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പാസ് ടൈം ഞാനിവിടെ പറയാണ്. പാസ് ടൈം എന്ന് വെച്ചാൽ ശരിക്കും അത് പ്രഭുപാദിനോട് ഒരു ബന്ധവുമില്ലാത്തൊരു വ്യക്തി പോലും അവർക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന ഒരവസ്ഥ. അതാണ് ആ ഒരു പാസ് ടൈം. ഈ അടുത്ത് വായിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. അപ്പം ഇത് 1986 നടന്ന പാസ് ടൈമാണ്. സിംഗപ്പൂരിലാണ്. അപ്പോൾ അവിടെ ഒരു ലേഡി, അവരൊരു ട്രാവൽ ഏജന്റാണ്. അവർ ദിവസവും വർക്ക് ചെയ്യാൻ പോകുന്ന പോലെ അവർ ഓഫീസിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അവരുടെ ഓഫീസ്, ട്രാവൽ ഏജൻസി ഇരുന്നത് ഒരു ബിൽഡിങ്ങിന്റെ 2ാമത്തെ നിലയിലായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും പോകുന്ന പോലെ അവർ ഓഫീസിൽ എൻ്റർ ചെയ്തു. ലോബി, അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയപ്പോഴത്തേക്ക് അവർ പുറത്ത് നോക്കിയപ്പോൾ ഒരു ഈ സാഫ്രോൺ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു മോങ്ക് പോലത്തെ ഒരാൾ, ഒരു സന്യാസി അല്ല, ഒരു ബുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു, ഒരു ബ്രഹ്മചാരി അവിടെ പുറത്ത് നിൽക്കുന്നത്. ഇവർക്ക് ആരാ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പുസ്തകത്തിൽ ഒരു വലിയ പടം, ചില പ്രഭാതരുടെ മുഖം, ഫേസ് ആയിരുന്നു ആ പടം. അപ്പം അത് നോക്കിയപ്പോൾ ഇവർക്ക് വളരെ ഒരു അട്രാക്ഷൻ തോന്നി. ഇത് ആരാന്ന് തോന്നുന്നു. അപ്പോൾ അതെന്താണെന്നൊന്നും അറിയണമല്ലോ ഒരു ഫീലിംഗ് അവർക്ക് തോന്നി. അവരിങ്ങനെ നോക്കിയപ്പോൾ ഇദ്ദേഹം പുറത്തുനിന്ന് ഇവരെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് വിളിച്ചു, ആ ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ബ്രഹ്മചാരി. അപ്പം ഇവരവിടെ പോയി. അപ്പോൾ അവരവിടെ പോയി നിന്ന് ആ പുസ്തകത്തിനെ പറ്റി എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് തുടങ്ങുന്ന നിമിഷത്തിൽ പുറകിലൊരു വലിയ ക്രാഷിംഗ് സൗണ്ടും ആ ബിൽഡിംഗ് തന്നെ തകർന്നു തരിപ്പണമായിട്ട് അവിടെ വീഴുകയും ചെയ്തു. അപ്പം ആ ബിൽഡിങ്ങിലുള്ള ഒരുപാട് പേര് മരിച്ചു. ഇവരും ആ ബിൽഡിങ്ങിൽ തന്നെ നിൽക്കുമായിരുന്നു. ഒരു അല്പം 1-2 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ അവർ പുറത്തിറങ്ങി. ഈ ഇദ്ദേഹത്തിനെ കാണുകയോ അല്ലെങ്കിൽ ഈ പ്രഭാതിന്റെ പടം കണ്ടിട്ട് അതിനോടൊരു ആ ഒരു ഇത് തോന്നുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ പടി കയറി അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ പോയി 2ാമത്തെ ഫ്ലോറിൽ പോയി ഇരിക്കുകയും ആ കെട്ടിട അവശിഷ്ടങ്ങളുടെ ഇടയിൽപ്പെട്ട് മരണപ്പെടുകയും ചെയ്യുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് അവർക്ക് മനസ്സിലായി, ഭഗവാന്റെ ഒരു കരം, എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഭഗവാന്റെ ഒരു ഒരു ഹാൻഡ് വന്നത് ഈശ്വര പ്രഭാതിലൂടെയാണ്. പ്രഭാതിന്റെ ആ ഒരു ഒറ്റ പിക്ചർ കാരണമാണ് അവരപ്പോൾ അവിടെ രക്ഷപ്പെട്ടത്. ആ ഒരു എന്താ പറയാ, ഒരു ഓവർവെൽമിങ് ഫീലിംഗ്, അല്ലെങ്കിൽ ആ ഒരു ഇതുകൊണ്ട് അവര് ഈ വ്യക്തിയുടെ ഈ പുസ്തകം എനിക്ക് വേണം എന്ന് പറഞ്ഞ് അവർ വാങ്ങിച്ചു. പിന്നീട് അവര്, കഥ നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ, അവരൊരു ഭക്തരാവുകയും ഇനിഷ്യേഷൻ എടുക്കുകയും ഒക്കെ ചെയ്തു. പാദധൂളി ദേവിദാസി എന്നാണ് അവരുടെ പേരൊക്കെ. അപ്പം ഇതാണ് എന്താ പറയാ, ഭക്തന്മാരുടെ ഗ്ലോറീസ് എന്ന് പറയുന്നത്. അത് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ചെറിയ ഒരു അംശം മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു മാതാജിക്ക് പോലും പ്രഭാതിന്റെ മഹത്വത്തെപ്പറ്റി യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ പ്രഭാതിന്റെ മേഴ്സി കൊണ്ട് അവർക്ക് ആ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, എന്താണ്, എറ്റേണൽ ഗിഫ്റ്റ് ഓഫ് കൃഷ്ണ കോൺഷ്യസ് അവർക്ക് കിട്ടുകയും ചെയ്തു. ഇതൊരു എന്താ പറയാ, അതുകൊണ്ട് ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ ആചാര്യന്മാരെയും അല്ലെങ്കിൽ ഡിവോട്ടീസിനെയും എപ്പോഴും നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുകയും നമ്മൾ അവർക്ക് വേണ്ടി അവരുടെ അപ്പിയറൻസ് ഡേ, ഡിസപ്പിയറൻസ് ഡേ എല്ലാം നമ്മൾ ആചരിക്കുകയും ചെയ്യുന്നത്. ഗുരു മഹാരാജ് ഒരു പ്രഭാതിന്റെ ഇതിന് വേണ്ടിയിട്ട് ഒരു പോയം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, യതി പ്രഭാത് ന ഹോയ്ത്ത എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലെ ഓരോ സ്റ്റാൻസും വായിക്കുമ്പോൾ നമുക്ക് പ്രഭാത് ഇല്ലായിരുന്നു എങ്കിൽ എന്തായിരിക്കുമായിരുന്നു അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാവും. യതി പ്രഭുപാത് ന ഹോയ്തോ താബേ കി ഹൈതോ ജീവന ബഹിത കേസേ. ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത്. പ്രഭുപാത് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഈ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുമായിരുന്നത്. വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവിത രീതിയിൽപ്പെട്ട് സാധാരണ എന്താ പറയാ, മൃഗങ്ങളുടെ തുല്യമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ മാത്രമേ അത് മുന്നോട്ട് നീങ്ങുമായിരുന്നുള്ളൂ. പ്രഭാതിന്റെ കൃപ കൊണ്ട് മാത്രമാണ് നമുക്ക് ഭഗവാനെ പറ്റിയും ഭഗവാന്റെ നാമത്തെ പറ്റിയും ഭഗവാന്റെ സേവനത്തെ പറ്റിയും ഒക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പാശ്ചാത്യ ലോകത്ത് നിന്നുള്ളതാണ് ശൂന്യവാദി, അല്ലെ, പാശ്ചാത്യ ദേശത്താരെ നമ്മൾ പറയുന്നുണ്ട്. അവരെയൊക്കെ എന്താ ഉദ്ധരിച്ചത് ശ്രീല പ്രഭാതരാണ്. രഥയാത്ര മഹോത്സവം ലോകത്തിലുടനീളം വ്യാപിച്ചത്. ഇപ്പൊ എവിടെയും രഥയാത്ര അവൈലബിൾ ആണല്ലേ. ഭഗവാൻ നേരിട്ട് പുറത്തേക്ക് ഇറങ്ങി ആൾക്കാർക്ക് എന്താ പറയാ ബ്ലെസ്സിങ്സ് കൊടുക്കുന്ന ആ ഒരു അത് ചില പ്രഭാതരാണ് ഇത്രയും പോപ്പുലർ ആക്കിയത്. നമുക്കും അങ്ങനെ ഓപ്പർച്യൂണിറ്റി, ഒരിടത്ത് അല്ലെങ്കിൽ മറ്റൊരിടത്ത് പോയി രഥയാത്രയിൽ പങ്കെടുക്കാനും സേവനം ചെയ്യാനും ഡിവോട്ടീസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു സന്ദർഭം കിട്ടിയത് എന്താണ്, പ്രഭുപാദിന്റെ കൃപ കൊണ്ടാണ്. അപ്പൊ അതുപോലെ ആ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്കും അത് മനസ്സിലാകുന്നത് ഇതിലാണ്. പ്രഭുപാദിന്റെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റു ഭക്തന്മാരുടെ അവര് ഹരേ കൃഷ്ണ. ആരും അൺമ്യൂട്ട് ആയിട്ടുണ്ട്, ഒന്ന് മ്യൂട്ട് ആക്കണേ. ഞാൻ മ്യൂട്ട് ആക്കി മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു മാതാജി. പിന്നെ ഇവിടെ പുഷ്പവൃഷ്ടിയെ പറ്റി പറഞ്ഞിരുന്നു. ഇപ്പൊ പുഷ്പവൃഷ്ടി നമ്മൾ ഭാഗവതത്തിലും പലയിടത്തും കാണുന്ന ഒരു കാര്യമാണ്. ധ്രുവ മഹാരാജാവ് അദ്ദേഹത്തിന്റെ ധാമത്തിലേക്ക് പോകുമ്പോഴും ഇതുപോലെ ഡെമിഗോഡ്സ് നിന്ന് പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ട്. അപ്പൊ വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് പുഷ്പവൃഷ്ടി നടത്തുന്നത്. അപ്പോ ഇവൻ കാളിയമർദ്ദന ലീലയിലുണ്ട്. കൃഷ്ണൻ കാളിന്റെ പുറത്തുനിന്ന് ഡാൻസ് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, ആ ഡാൻസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപരിഗ്രഹങ്ങളിൽ നിന്നെല്ലാം ദേവലോകത്തു നിന്നുള്ള ആൾക്കാരെല്ലാം അവിടെ എത്തിയിരുന്നു. അപ്സരസൊക്കെ വന്നിരുന്നു. അപ്പൊ അപ്സരസൊക്കെ വന്നതിന്റെ ഉദ്ദേശം രാധേശ്യാം പ്രഭു പറയുന്നത് ഇങ്ങനെയാണ്. അപ്സരസുകൾക്ക് എന്താണ്, അവർക്ക് പുതിയ പുതിയ ഡാൻസിങ് സ്കിൽസ് പഠിക്കണമായിരുന്നു. അപ്പൊ അവര് അതിനുള്ള എക്സാമ്പിൾ ആയിട്ട് വന്ന് ഭഗവാനിൽ നിന്ന് നേരിട്ട് തന്നെ കണ്ടു പഠിക്കാമെന്ന് പറഞ്ഞ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് അവരവിടെ എത്തിയിരുന്നു. മറ്റുള്ള ദേവഗണങ്ങൾ അവിടെ വന്ന് ദുന്ദുബയും ഇതുമൊക്കെ മുഴക്കി ആ ഒരു ഫുൾ എന്താ പറയാ ഓർക്കസ്ട്ര പ്രൊവൈഡ് ചെയ്ത് ആ ഒരു നൃത്തം അതിമനോഹരമാക്കാൻ അവരുടെ സേവനം അവർ നൽകി എന്നൊക്കെ ആ പർപ്പോട്ടില് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ഒക്കേഷനിലാണ് പുഷ്പവൃഷ്ടിയൊക്കെ നടത്തുന്നത്. അതൊരിക്കലും സാധാരണക്കാർ അല്ലെങ്കിൽ സാധാരണ നിലയിൽ നമ്മൾ ഒരിക്കലും എന്താ പറയാ ഇമിറ്റേറ്റ് ചെയ്യരുത് എന്ന് ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് ജയന്തി ആഘോഷം. ഇപ്പൊ ജയന്തി എന്ന് പറഞ്ഞാൽ വളരെ വിക്ടോറിയസ് അല്ലെങ്കിൽ വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഇവന്റ്സ് ആണ് ജയന്തി എന്നുള്ള നാമം ചേർത്ത് പറയുന്നത്. ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതുപോലെ തന്നെ നമ്മളിപ്പോ അല്ലെങ്കിൽ നമ്മളെന്ന് വെച്ചാൽ പൊതുജനങ്ങൾ എന്താണ് ഏതെങ്കിലും ഒരു ഭൗതികമായ രീതിയിൽ പ്രശസ്തിയുള്ള ആൾക്കാർക്കും ജയന്തി എന്നുള്ള രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ശരിയല്ല എന്ന് മാത്രമല്ല, അത് ഭഗവാന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഭീഷ്മദേവൻ സാധാരണ വ്യക്തിത്വമായിരുന്നില്ല, പൂർണ്ണമായും അതീന്ദ്രനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കർമ്മങ്ങളിൽ അദ്ദേഹം അദ്വിതീയനുമായിരുന്നു. അപ്പൊ ഭഗവത് ധാമത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വിയോഗം അതിവിശിഷ്ടവും അതുല്യവുമായിരുന്നു. അപ്പൊ ഡിസപ്പിയറൻസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ആൾക്കാരുടെ ദേഹം വെടിയുന്ന അവസ്ഥയും ഡിവോട്ടീസിന്റെ ദേഹം വെടിയുന്ന അവസ്ഥയും വളരെ വ്യത്യസ്തമാണ്. അപ്പൊ ഡിവോട്ടീസ് പോകുന്നത് എങ്ങനെയാണ്, ഭഗവാന്റെ ധാമത്തിലേക്കാണ് പോകുന്നത്. അതൊരു ഒക്കേഷൻ ഫോർ ഹാപ്പിനെസ് ആണ്. ബിക്കോസ് അവര് എത്തുന്നത് എങ്ങനെയാ, എറ്റേണൽ ധാമിലേക്കാണ് അവർ ചെന്ന് ചേരുന്നത്. അറ്റ് ദ സെയിം ടൈം ഡിവോട്ടീസിന് വിഷമവും തോന്നും, കാരണം നമുക്ക് ആ ഫിസിക്കൽ അസോസിയേഷൻ കിട്ടുന്നില്ല. എങ്കിലും അവരുടെ വാണിയിലൂടെയുള്ള അസോസിയേഷൻ എപ്പോഴും നിലനിൽക്കും. ചില പ്രഭാതർ എപ്പോഴും പറയാറുണ്ടായിരുന്നില്ല, പ്രഭാതര് ശിഷ്യന്മാരെ കൺസോൾ ചെയ്തതും അങ്ങനെയാണ്. വിഷമിക്കണ്ട, ഞാൻ എപ്പോഴും ഐ എം ദെയർ ത്രൂ മൈ ബുക്സ് ആണ്. അപ്പോൾ ഡിസപ്പിയറൻസ് ഡേ നമ്മൾ ആചരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമുക്ക് അവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക. അതൊരു സർവീസാണ്. നമ്മൾ അവരിൽ നിന്നും എന്താ പറയുക, ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ സീക്ക് ചെയ്യുക, പ്രേയേഴ്സ് അർപ്പിക്കുക, അവരുടെ ഗ്ലോറീസിനെ കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശരിക്കും ഭഗവാന്റെ സേവനം കൂടിയാണ്. ഭഗവാന്റെ ഭക്തന്മാരെ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഭഗവാന് വളരെ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഭഗവാന്റെ പ്ലഷറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആക്ടിവിറ്റീസ് സാധാരണ ഒട്ടും ആധ്യാത്മികമല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യരുത് എന്നിവിടെ പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ദേഹം വെടിയുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾസും നമുക്ക് ഭാഗവതത്തിലും ചൈതന്യ ചരിതാമൃതത്തിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹരിദാസ് ഠാക്കൂറിന്റെ കാര്യം തന്നെ. ഹരിദാസ് ഠാക്കൂർ ദേഹവിയോഗം ചെയ്യുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു നേരിട്ട് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്, അല്ലെ?
അദ്ദേഹം കയ്യിൽ എടുത്തുകൊണ്ട് ശരീരത്തിനെ കൊണ്ടുവന്ന് അന്ത്യകർമ്മങ്ങളൊക്കെ അദ്ദേഹം തന്നെ ചെയ്യുകയായിരുന്നു. അപ്പൊ അതിൽ ഒരുപാട് ലെസൺസ് നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ആദരിക്കേണ്ടത്, എന്താണ് നമ്മുടെ മൂഡ്, ഒരു ഭക്തന്റെ വിയോഗത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ അവിടെ ജഗന്നാഥ സ്വാമിയുടെ അമ്പലത്തിൽ നിന്നുള്ള പ്രസാദം, പട്ട്, തുളസിമാല, ഇങ്ങനെയുള്ള മഹാപ്രസാദം ഐറ്റംസ് ഒക്കെ ചേർത്ത് വെച്ചിട്ടാണ് ആ ഒരു ശരീരത്തിനെ സമാധി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റില് നമുക്ക് ആചാര്യന്മാരിൽ നിന്ന് കേൾക്കുന്ന ഇതാണ്, അതായത് ഒരാള് ശരീരം വെടിയുന്ന സമയത്ത് നമുക്ക് അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഭക്തൻ ശരീരം വെടിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഭക്തൻ ശരീരം വെടിയാൻ തയ്യാറായി അല്ലെങ്കിൽ വെടിയുന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം, അവർക്ക് ഏറ്റവും കൃഷ്ണ കോൺഷ്യസ് ആയിട്ടുള്ള രീതിയിൽ ശരീരം വെടിയാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. നാമജപത്തിലൂടെ, ഭാഗവതം വായിക്കുന്നതിലൂടെ, ഭാഗവത ശ്രവണം അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വായിച്ചു കൊടുക്കുകയും ഉറക്കെ നാമം ജപിക്കുകയും ഒക്കെ ചെയ്യണം. അവര് എന്താ പറയാ, മരണാസന്നെ കിടക്കുകയാണ്, കാണാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണെങ്കിൽ എപ്പോഴും ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും കാണാനുള്ള ഒരു അവസരം കൊടുക്കണം. നമ്മൾ കേട്ടിട്ടുണ്ട് പല ഡിവോട്ടീസിന്റെയും കാര്യത്തിൽ അവരുടെ ഗുരുമഹാരാജ് അവരെ വിളിക്കുകയും ഫോണിലൂടെ നാമം ജപിച്ചു കൊടുക്കുന്നതും അല്ലെങ്കിൽ ഒന്ന് ദർശനം കൊടുക്കുന്നതും നാമം ജപിച്ചു കൊടുക്കുന്നതും അതെല്ലാം കേട്ടിട്ടാണ് പലരും ലീവ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ വളരെ എന്താ പറയുക, ലക്കി ആയിട്ടുള്ള സോൾസ് ആണ്. അതാണ് ഭഗവാൻ അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് അവർക്ക് കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതങ്ങളിലും നമുക്ക് ചുറ്റുമുള്ളവർക്കും അങ്ങനെ വരുമ്പോൾ, ഇങ്ങനെ ഒരു അവസ്ഥ, ദേഹം വിയോഗം വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഭാഗവതം വായിക്കുക, നാമം ജപിക്കുക, അവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഭഗവാന്റെ ഡേറ്റീസിന്റെ പിക്ചേഴ്സ് വെച്ചു കൊടുക്കുക, അവിടെ തുളസി ആ റൂമിൽ തന്നെ വെക്കുക, കണ്ടിന്യൂസ് ആയി നാമം ജപിക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ വളരെ കൃഷ്ണ കോൺഷ്യസ് ആയിട്ട് മറ്റൊന്നിലേക്കും അവരുടെ ലാസ്റ്റ് മിനിറ്റുള്ള ചിന്ത മറ്റൊന്നിലേക്കും പോകാതെ ഭഗവാനിലേക്കും ഭഗവാന്റെ നാമത്തിലേക്കും ഒക്കെ എത്തുന്ന രീതിയിലുള്ള ഒരു അവസരം നമ്മൾ അവർക്ക് നൽകണം. പിന്നെ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ദേഹത്യാഗം ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനൽ റൈറ്റ്സ് ചെയ്യുമ്പോഴും അതിനും ഒരുപാട് കൃഷ്ണ കോൺഷ്യസ് ആയിട്ടുള്ള വേസിൽ നമുക്ക് ചെയ്യാൻ നമുക്ക് സഹായിക്കാം. അപ്പൊ ഹരിദാസ് ഠാക്കൂറിന്റെ ആ സമാധി നിർവഹണത്തിലൂടെ ചൈതന്യ മഹാപ്രഭു അതെല്ലാം തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് ശരീരം കൊണ്ടുപോകുമ്പോൾ നാമജപത്തോടുകൂടി കൊണ്ടുപോകണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ പൂർണ്ണമായ ഒച്ചത്തില് നല്ല നാമജപത്തോടു കൂടി വേണം ശരീരത്തിനെ കൊണ്ടുപോകാൻ. മാത്രമല്ല ലാസ്റ്റ് റൈറ്റ്സ് ചെയ്യുന്ന സമയത്ത് അത് എന്താ പറയാ, ആ ചിതയിൽ വെക്കുമ്പോൾ, ശരീരം വെക്കുമ്പോൾ അതിനൊപ്പം തന്നെ ഒരു കഷ്ണം തുളസിയെങ്കിലും വെക്കുകയാണെങ്കിൽ അവര് ഭഗവാന്റെ എന്താണ് സ്പിരിച്വൽ വേൾഡിലേക്ക്, ആധ്യാത്മിക ലോകത്തിലേക്ക് എത്തിപ്പെടും എന്നാണ് പറയുന്നത്. ആ വുഡിനോടൊപ്പം അല്ലെങ്കിൽ ചിതയിൽ ഒരു കഷ്ണം തുളസി, അത് തുളസിയുടെ മാഹാത്മ്യം കൊണ്ടാണ്. തുളസി ഈസ് സോ ഗ്ലോറിയസ്. ഒരു പീസ് ഉണ്ടെങ്കിൽ പോലും എത്ര തന്നെ പാപിയാണെങ്കിലും എങ്ങനെയുള്ള ആളാണെങ്കിലും ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തിലേക്ക് ഉള്ള ഒരു എന്താ പറയാ ടിക്കറ്റ് കിട്ടാനുള്ള ഒരു മാർഗമാകും. അതുപോലെ ഗംഗാജലം, തുളസി ഗംഗാജലം ഒക്കെ വളരെ പവർഫുൾ ആണ്. അത് ഗംഗാജലം തളിക്കുകയാണെങ്കിൽ ഇപ്പൊ അത് നമ്മൾ ഗംഗയുടെ മഹാത്മ്യത്തില് കേൾക്കാറുണ്ടല്ലേ, ഒരു പരുന്ത് ഒരു പാമ്പിനെ തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിന്റെ ക്ലോസിൽ ഇങ്ങനെ പിടിച്ച് പോവുമായിരുന്നു. അപ്പൊ ഇതിന്റെ വാലിങ്ങനെ നീണ്ടു കിടപ്പുണ്ട്. അത് പറക്കുന്ന വേളയിൽ അത് ഏതോ ഒരു ഗംഗയിൽ ഒന്ന് ജസ്റ്റ് തട്ടുകയുണ്ടായി. അപ്പൊ അങ്ങനെ ആ ഒരു തട്ടിയ സമയത്ത് എന്ത് പറ്റി, ആ പാമ്പിന് എന്താ പറയാ ചതുർഭുജ രൂപം കിട്ടുകയും അത് ഭാഗവത്ധാമത്തിലേക്ക് പോവുകയും ചെയ്തു. ആരാ പറഞ്ഞു, എനിക്കൊന്ന് രാധേശ്യാം പ്രഭു ഞാൻ തോന്നുന്നു. ഇപ്പൊ രാധേശ്യാം പ്രഭു അറിയായിരുന്നു ഈ പരുന്ത് മഹാപ്രസാദേ ഗോവിന്ദേ എന്ന് വിചാരിച്ചിരുന്ന ആൾ എന്ത് പറ്റി, പെട്ടെന്ന് അദ്ദേഹത്തിന് കഴിക്കാനിരുന്ന ആ ഫുഡ് എന്തായി പറ്റി, വാഞ്ചാകൽപ്പാത്ത് ഒരു വിശ്വസിച്ച പറയേണ്ട ഒരു അവസ്ഥയായി. കാരണം സ്പിരിച്വൽ ഫോം കിട്ടി ധാമത്തിലേക്ക് പോവാണ്. അപ്പൊ അത്ര പവർഫുൾ ആണ് ഗംഗ, അതുപോലെ പവർഫുൾ ആണ് തുളസിയും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് റൈറ്റ്സ്, ഫൈനൽ റൈറ്റ്സ് ചെയ്യുമ്പോൾ തുളസി, ഗംഗ, പിന്നെന്താ ഭഗവാന്റെ മഹാപ്രസാദം, വസ്ത്രങ്ങളോ ഗാർലൻസ്, പ്രസാദം, ഇതൊക്കെ നമ്മൾ ആ ശരീരത്തിനോടൊപ്പം ചേർത്ത് വെക്കാമെന്ന് ഗുരുമഹാരാജ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാ, ഇത് നമുക്ക് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സേവയായിട്ട് നമ്മളത് കൺസിഡർ ചെയ്യണം. അത് നമ്മളാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അങ്ങനെയും സെർവ് ചെയ്യാം.
ഡിവോട്ടീസിന് വേണ്ടി പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയും. ഞാനിത് ഇവിടെ എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് 2017 ആ സമയത്തായിരുന്നു. ഞാനിവിടെ എത്തിയിട്ടില്ല. പക്ഷേ ഡിവോട്ടീസ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിപ്പം ഇവിടെ അന്ന് എനിക്ക് ഇത്രയും ട്രിവാൻഡ്രം ഡിവോട്ടീസുമായിട്ട് അത്ര അസോസിയേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. 1-2 പേരൊക്കെ എനിക്ക് അറിയാവുന്നുള്ളൂ. പക്ഷെ ഞാനപ്പം അറിയിച്ചിരുന്നു, ഞാൻ എത്തുന്നതേ ഉള്ളൂ, ഒന്ന് സഹായിക്കണം. അപ്പോൾ ടെമ്പിളിൽ നിന്ന് അവിടെ നിന്ന് കീർത്തൻ ടീം വന്നു. ആരാണ് വന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. കുറച്ച് പേര് വീട്ടിൽ വന്നിരുന്ന് കീർത്തനം ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ടെമ്പിളിൽ നിന്ന് പ്രസാദം, പിന്നെ മറ്റ് ഡിവോട്ടീസിന്റെ കൃപ കൊണ്ട് ബൃന്ദാവനത്തിലെ മണ്ണ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഭഗവാന്റെ ഡ്രസ്സിന്റെ കഷ്ണങ്ങൾ, മഹാപ്രസാദം ഡ്രസ്സ്, ഇതൊക്കെ കിട്ടി. അപ്പം അച്ഛൻ ഒരു വൈഷ്ണവ രീതിയിൽ വരുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല. അമ്പലത്തിലൊക്കെ പോകും, ഇതൊക്കെ ഉണ്ട്, സാധാരണ ഒരു ഭക്തനായിരുന്നു. പക്ഷെ എന്നാലും ഡിവോട്ടീസിന്റെയും ഭഗവാന്റെയും കൃപ കൊണ്ട് ലാസ്റ്റ് ഡേയ്സിൽ നാമജപം കേൾക്കാനും ഡിവോട്ടീസിന്റെ കീർത്തനം കേൾക്കാനും പിന്നെ ഇതുപോലെ മഹാപ്രസാദം, ഇതുപോലെ ഗുരുമഹാരാജ് പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് ഫൈനൽ റൈറ്റ്സ് ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു ഡിവോട്ടീസിന്, ആദ്യങ്ങളെ ഡിവോട്ടീസിന്റെ റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ അവർക്കും ഈ മെസ്സേജ് ഷെയർ ചെയ്യാറുണ്ട്. വിത്ത് എന്താ പറയുക, ഇത് ഞാൻ പറയുന്നതല്ല, ഇത് എൻ്റെ ഗുരുമഹാരാജ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. ഗൗരങ്ക ബുക്കിൽ ഒരു ചാപ്റ്ററിൽ ഇങ്ങനെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന്. അതുപോലെ അദ്ദേഹത്തിന്റെ ലെക്ചറിൽ QA സെഷനിൽ ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചപ്പോഴും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം. 7 times നമ്മൾ ഇതിന് ചുറ്റും ചിതയ്ക്ക് ചുറ്റും നടന്ന് ഇത് ചെയ്യുന്ന സമയത്ത് നാമം ജപിച്ചുകൊണ്ട് വേണം ചെയ്യാൻ, അങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അതുപോലെ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് പല രീതിയിൽ സർവീസ് ചെയ്യാം, പക്ഷെ പല സർവീസും നമുക്ക് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടാവില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് എന്താ പറയാ, ഫോർ ദ പ്ലഷർ ഓഫ് ലോഡ്, അവരും ഒരു ഡിവോട്ടി ആകും എന്നുള്ള ആ ചെയ്യുന്നവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, ഭഗവാനോടുള്ള സേവനമുണ്ട്, ഇതെല്ലാം ഇതിൽ അകപ്പെടുന്നു. അപ്പം ഹരേ കൃഷ്ണ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രാദ്ധം ഫോളോ ചെയ്യുന്നതും, അല്ലെ ശ്രാദ്ധം നമ്മൾ ഭഗവാന് പ്രസാദം നിവേദിച്ചിട്ട് ആ പ്രസാദമാണ് നമ്മൾ ഡിപ്പാർട്ടഡ് സോളിന് ഓഫർ ചെയ്യുന്നത്. ഭഗവാന്റെ പ്രസാദം ഗ്രഹിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എങ്കിലും നമുക്ക് കൊടുക്കാം. നമുക്ക് ഉടനെ പണ്ടേ മരിച്ചുപോയവർക്ക് നമുക്ക് ഇപ്പൊ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ പറയാ, നമ്മൾ ശ്രാദ്ധം ഫോളോ ചെയ്യണം എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. ഞാനും പറയാൻ ഉദ്ദേശിച്ചതൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. Forgive me for any offenses. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ എല്ലാ സനാതന ഗോസ്വാമിമാരെല്ലാവരും ഈ ശ്രീല പ്രഭുപാദര് ദേഹവിയോഗം ചെയ്യണേന് ഉള്ളിൽ ജീവിച്ചിരുന്നിട്ടുണ്ടോ? അല്ല ആരെങ്കിലും ജീവിച്ച ആൾക്കാരുണ്ടോ? മാതാജി, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല, ഒന്നുകൂടെ ചോദിക്കാമോ? സനാതന ഗോസ്വാമിമാരില്ലേ മാതാജി, അവരെല്ലാവരും ഈ ശ്രീല പ്രഭുപാദര് ദേഹവിയോഗം വിഷ്ണുപാദം പോകുന്നതിന് മുന്നേ ജീവിച്ചിരുന്നവരുണ്ടോ ആരെങ്കിലും? ഇല്ല, അപ്പോഴാരും ഉണ്ടായിരുന്നില്ലല്ലോ. ഇവരൊക്കെ പണ്ടേ പോയവരാണല്ലോ. 500 വർഷത്തോളം ഒക്കെ ആയല്ലേ. അതല്ലേ അവരുടെ സമാധി വിസിറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഇപ്പൊ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടായിരുന്നു ചെയ്തായിരുന്നു ജീവഗോസ്വാമി, അത് തന്നെ വളരെ പണ്ടായിരുന്നു. അപ്പം അവരുടെ ഡിസൈപ്പിൾസിന്റെ ഡിസൈപ്പിൾസ് ഒക്കെ ആയിട്ടാണ് നമ്മള് ശിലപ്രഭാതരൊക്കെ വരുന്നത്. പിന്നെ ഹരേ കൃഷ്ണ മാതാജി, വേറൊരു സംശയം. പിന്നെ ജീവിതത്തില് തമോ ഗുണത്തോടുകൂടി മാത്രം ജീവിക്കുക, നാമൊന്നും ജപിക്കൊന്നും ചെയ്യാത്തൊരു വ്യക്തി മരിച്ചതിന് ശേഷം ആ ബോഡിയിൽ തുളസിയിലേറ്റ ഭഗവാന്റെ ലോകത്ത് പോകുന്നു പറയുന്നത് നേരാണോ? മാതാജി, ഇതേ സംശയം എനിക്കും ഉണ്ടായിരുന്നു. ഞാനിത് ഇങ്ങനെ ഇത് കേട്ടപ്പം ഞാൻ ഗുരുമഹാരാജനോട് ചോദിച്ചു. അന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ എഴുതി അയക്കായിരുന്നു. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഗുരുമഹാരാജ് പറഞ്ഞു, ഞാൻ റിപ്ലൈ പ്രോബ്ലി ഞാൻ ഗ്രൂപ്പിൽ ഇടാം, കൃത്യമായിട്ട് എനിക്ക് ആ വേർഡ്സ് ഓർമ്മയില്ല. പറഞ്ഞു, ഭഗവാന്റെ സ്പെഷ്യൽ മേഴ്സി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുന്നതിന് അപ്പുറത്താണ്. അപ്പം ഭഗവാൻ എന്തും ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഗ്ലോറി കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞു. കൃത്യമായ വേർഡ്സ് ഞാൻ അയച്ചു തരാം. ഓക്കെ, ഞാൻ ഈ ഗ്രൂപ്പിൽ ഇട്ടേക്കാം.
ഓക്കെ മാതാജി, താങ്ക് യു. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഞാന് ഇവിടെ മറ്റേ കേട്ടിരിക്കുന്നത് എങ്ങനെ വെച്ചാല്, പ്രസാദം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാല് ആ പ്രസാദത്തിൽ തുളസി ഉണ്ടെങ്കിൽ വീണ്ടും രണ്ടാമത് പ്രസാദം ചൂടാക്കി കഴിക്കുമ്പോൾ തുളസി മാറ്റി വെക്കണം എന്നാണ് അവർ പറയാറ്. അപ്പൊ അത് പ്രകാരം ചിതയിൽ എരിഞ്ഞടങ്ങുന്ന ഒരു മറ്റേ ഡിവോട്ടിക്ക് നമ്മൾ തുളസിയുടെ ഇല ഇടുന്നത് അതെങ്ങനെയാണെന്ന് എനിക്ക് ശരിയാവുന്നില്ല. ആ ഒരു കോൺട്രാഡിക്ഷൻ എനിക്ക് അവിടെ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാല്, ഞാൻ ഒരുപാട് ആചാര്യന്മാരുടെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അവർ പറയും തുളസി ഒരിക്കലും ചൂടാക്കരുത്, തുളസി എടുത്ത് മാറ്റണം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മള് ഡിവോഷൻ സർവീസിന് വേണ്ടിയിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് വെച്ചെങ്കിൽ അവരെ ചിതയിലേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് ഒരു തുളസിയില ഇടുന്നത് നല്ലതാണ് എന്ന് പറയണതിന്റെ ആ ഒരു കോൺട്രാഡിക്ഷൻ അവിടെ ക്ലിയർ ആവുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ കേട്ടിരിക്കുന്നത്, നമ്മൾ പ്രസാദം വീണ്ടും രണ്ടാമത് ചൂടാക്കുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾ കെയർ ചെയ്യണം, തുളസി എടുത്ത് മാറ്റണം എന്നാണ് അവർ പറയണത്. എന്നിട്ട് നിങ്ങൾ തുളസി എടുത്ത് മാറ്റിയിട്ടാണ് രണ്ടാമത് ചൂടാക്കിയിട്ട് കഴിക്കണത്. ശരിയാ പ്രഭു. പ്രഭു പറഞ്ഞത് ശരിയാണ്. തുളസിയെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഭഗവാന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് സെർവ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ ഓഫർ ചെയ്യുമ്പോൾ വയ്ക്കും. നമുക്ക് വേണ്ടി ചൂടാക്കി കഴിക്കുമ്പോൾ തുളസീനെ ഉപദ്രവിക്കാൻ പാടില്ല, മാറ്റി വെക്കണം. ശരിയാണ്. പക്ഷെ ചിതയിൽ വെക്കുമ്പോൾ തുളസിയുടെ വുഡ്, ഉണങ്ങിയ കഷ്ണമില്ലേ, നമ്മള് ദാമോദര ആരതിയൊക്കെ ചെയ്യുന്ന തുളസി കമ്പി ചെയ്യാറുണ്ടല്ലോ, അത് അതെ, സാധാരണ ആ കമ്പ് കൊണ്ട് ആരതി ചെയ്യാറുണ്ട്. പക്ഷെ ശരീരത്തില് ഭഗവാന് ഓഫർ ചെയ്ത തുളസി അവരുടെ കണ്ണിൽ നമ്മൾ ഞാൻ പറയാം, ജന്നിവാസ് പ്രഭു അല്ല, പങ്കജാംഗ്രി പ്രഭു, സോറി, അദ്ദേഹത്തിൻ്റെയൊക്കെ പലരുടെയും പല റീസെൻ്റ് ആയിട്ടുള്ള മരിച്ചു പോയപ്പോഴൊക്കെ നമ്മൾ കാണുന്ന അങ്ങനെയാണ്. അവരുടെ കൺപോളകളിൽ തുളസി ഇല വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ഓഫേർഡ് ആയിട്ടുള്ള തുളസിയാണ്, ഭഗവാൻ ഓഫർ ചെയ്ത തുളസിയാണ്, പ്രസാദമാണ് വെക്കുന്നത്. രണ്ടാമത് പർപ്പസ് നമ്മുടെ എൻജോയ്മെന്റ് അല്ല, പർപ്പസ് ഈസ് ഭഗവാന്റെ സേവനമാണ്. ഈ ഒരു സോളിന് വേണ്ടി ഉള്ള സേവനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് അങ്ങനെ ഒരു ഇതില്ല, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യില്ലല്ലോ. നമ്മൾ വീഡിയോസ് ഉണ്ട് പ്രഭു. അപ്പൊ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. തുളസിയെ നമ്മൾ ചൂടാക്കാനോ അങ്ങനെ ഒന്നും പാടില്ല. പക്ഷെ ഭഗവാൻ ഓഫർ ചെയ്തിട്ടുള്ളത് ഡിവോട്ടീസിന് വേണ്ട സർവീസിന് ഇങ്ങനെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, അങ്ങനെ ഉപയോഗിച്ച് കാണാറുണ്ട്. അല്ല, അപ്പൊ അങ്ങനെ വരുമ്പോ ചിതയിലേക്ക് എടുത്ത് വെക്കുന്ന ആ സമയത്ത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു തുളസി ഇല പൊട്ടിച്ചിട്ട് നമുക്ക് ഇടാൻ പാടുവോ? അത് ഓഫർ ചെയ്യാത്തതാണ്. ഫ്രഷ് ആയിട്ടുള്ള ഒരു തുളസി ചെടി അവിടെ അരിത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് പൊട്ടിച്ചിട്ട് ഇല നമ്മൾ എന്ത് ചെയ്യണം, ഭഗവാന്റെ ആ ഒരു സെർവിന് വേണ്ടിയിട്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ അഗ്നിയിൽ നമ്മൾ അത് ആ ചിതയിലേക്ക് വെക്കുന്നു. അത് തെറ്റാണോ? പ്രഭു, ഫ്രഷ് തുളസി പൊട്ടിച്ചു വെക്കുന്ന കാര്യം എനിക്ക് അറിയില്ല. പക്ഷെ വെക്കുന്നത് ഓഫർ ചെയ്ത ഭഗവാന്റെ ഭഗവാന്റെ ഓഫർ ചെയ്ത് പാദമാണ് വെക്കാറ്. ഇത് ഞാൻ ചോദിച്ചിട്ട് പറയാം, എനിക്ക് അറിയില്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം. അല്ലെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ട് ഭഗവാന് മെന്റലി ഓഫർ ചെയ്തിട്ട് ചിലപ്പോൾ വെക്കാമായിരിക്കാം. ഹരേ കൃഷ്ണ മാതാജി. ഞാന് പണ്ട് മുതലേ എന്റെ അപ്പൂപ്പന്മാരൊക്കെ ഇങ്ങനെ തുളസിയുടെ ഉണങ്ങിയ കമ്പെടുത്ത് മുകളിലിടും, അച്ഛന്റെ മുകളിലിടും. അത് നമ്മൾ മരിക്കുമ്പോൾ ഇടാന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി വെക്കാറുണ്ട് മാതാജി. തുളസി നമ്മള് ഓഫർ ചെയ്യുമ്പോഴും ഫുഡിലൊക്കെ വെക്കുമ്പോഴും അത് കുറച്ച് ചൂടാറിയിട്ട് വേണം വെക്കാൻ എന്ന് പറയുന്നത്, അത് ഞാൻ കേട്ടിട്ടുണ്ട് മാതാജി. അതെ 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 മാതാജി. ചിതയിലിടുന്നത് കമ്പാണ്. അത് നമ്മൾ പണ്ട് വരെ കൊച്ചിലെ മുതൽ ഞാൻ കേൾക്കുന്നതാണ്. തുളസിയുടെ തടി, ഉണങ്ങിയ തടിയാണ് വെക്കാറ്. പക്ഷെ നമ്മൾ ഭഗവാൻ ഓഫർ ചെയ്തിട്ടുള്ള മാലകളിൽ തുളസി ഉണ്ടെങ്കിൽ അത് മാറ്റുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതിലൊക്കെ കണ്ടപ്പോൾ സമാധി ചടങ്ങുകൾ ഒന്നിനൊക്കെ ഞാൻ കണ്ട ഇതിലൊക്കെ ഒരു കണ്ണില് തുളസിയില വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. ഇങ്ങനെയാണ് ഞാൻ ഗുരുമഹാരാജ് പറഞ്ഞതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒന്നും പുതിയതായിട്ട് പറഞ്ഞില്ല. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞും കൂടാ. ഞാനിതൊന്ന് പറഞ്ഞതേ ഉള്ളൂ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഞാനൊന്ന് പറഞ്ഞോട്ടെ മാതാജി. എന്താ പ്രഭു? മാതാജി, ഈ വിഷയത്തില് എന്റെ ഒരു അറിവ് ഷെയർ ചെയ്തോട്ടെ? പ്രഭു, ശരി, തീർച്ചയായിട്ടും പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. അതായത് തുളസി മഹാറാണിയെ നമ്മള് കഴിക്കുന്ന ആഹാരത്തില് ഇടുന്നത് ഭഗവാൻ നിവേദിച്ചതിന് ശേഷം വീണ്ടും ചൂടാക്കുമ്പോൾ മാറ്റുക എന്നുള്ളത് അവിടെ വീണ്ടും നമുക്ക് കഴിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് ഉള്ളതാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തുളസി മഹാറാണിയെ വീണ്ടും ചൂടാക്കാൻ പാടില്ല, സത്യമാണ്. പ്രഭു പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്നാല് മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് അതർ പേഴ്സൺ ആണ് അത് ചെയ്യുന്നത്. മരിച്ചു കിടക്കുന്ന വ്യക്തി സ്വയമേ രക്ഷപ്പെടാൻ വേണ്ടി തുളസി എടുത്തു വയ്ക്കുന്നില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ ഭഗവത് പാദത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന ആൾക്കാര് തുളസി മഹാറാണിയുടെ സഹായത്തോടു കൂടി ഭഗവാന് സമർപ്പണം ചെയ്യുകയാണ് ചെയ്യുന്നത്.
എന്താണോ നമ്മൾ ഭഗവാന് സമർപ്പണം ചെയ്യുന്നത് അതെല്ലാം തുളസി വെച്ചാണ് സമർപ്പണം ചെയ്യേണ്ടത്. അതേപോലെ മരിച്ചുപോയ വ്യക്തിയെ നമ്മൾ ഭഗവാന് സമർപ്പണം ചെയ്യുകയാണ്. അപ്പൊ തുളസി ദേവിയുടെ പ്രസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല, നമ്മൾ മാതാജി പറഞ്ഞതുപോലെ ദാമോദര ആരതിക്ക് തുളസിയുടെ തണ്ട് നമ്മൾ കത്തിക്കാറുണ്ട് എന്നതുപോലെ അത് ഭഗവാന്റെ സേവനത്തിനായതുകൊണ്ടാണ്. എന്നാൽ ഒരു ഭക്തനെ അല്ലെങ്കിൽ ഒരു കർമ്മിയെ ഭഗവാന് സമർപ്പണം ചെയ്യുമ്പോൾ തുളസി ദേവിയുടെ പ്രസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഭഗവാന് നിവേദിച്ച തുളസി ആയാലും ഭഗവാന് നിവേദിക്കാത്ത തുളസി ആയാലും അവിടെ നടക്കുന്നത് ഭഗവാനിലേക്ക് സമർപ്പണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തുളസി മഹാറാണിയുടെ പ്രസൻസ് വളരെ മസ്റ്റാണ്. പിന്നെ ചിതയിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ മാറ്റണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം മാറ്റേണ്ട ആവശ്യമില്ല. കാരണം തുളസി മഹാറാണിയുടെ പ്രസൻസ് ഉണ്ടെങ്കിലേ ഭഗവാൻ ഏതും സ്വീകരിക്കത്തുള്ളൂ. അപ്പൊ ഏറ്റവും അവസാനത്തെ നിമിഷവും നമ്മൾ തുളസി മഹാറാണിയുടെ പ്രസൻസോട് കൂടി അദ്ദേഹത്തിന് ഭഗവാനിലേക്ക് സമർപ്പണം ചെയ്യുകയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ഭക്തന്മാരുടെ ഇതുപോലത്തെ മരണാനന്തര കർമ്മങ്ങളിൽ തുളസി ദേവിയുടെ സമർപ്പണം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ തുളസിമാല, നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുന്ന തുളസിമാലയും അവരുടെ നെഞ്ചത്ത് വച്ച് ഭഗവാനെ ചിതയിലേക്ക് എടുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ തുളസി മഹാറാണിയുടെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഭഗവാന്റെ പ്രസൻസ് വന്നു എന്നാണ്. പല ഇസ്കോൺ ടെമ്പിളുകളിലും നേരിട്ട് ഭഗവാന് നിവേദിച്ചില്ലെങ്കിൽ കൂടി എന്തെങ്കിലും ആഹാരം ഉണ്ടെങ്കിൽ അത് കഴിക്കുന്നതിന് മുമ്പ് തുളസി എടുത്ത് ഇടുമ്പോൾ തന്നെ അത് സമർപ്പണം ഭഗവാൻ ആയിക്കഴിഞ്ഞു എന്ന് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നേരിട്ട് ആൾത്താറിൽ കൊണ്ടുപോയി ഭഗവാന് നിവേദ്യം ചെയ്യുമ്പോൾ തുളസി മഹാറാണിയെ അതിനകത്ത് ഇടുന്നത് പോലെ തന്നെ ആൾത്താറിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സമയത്ത് നമ്മൾ തുളസി മഹാറാണിയുടെ ഒരു ഇല അതിനകത്ത് ഇടുമ്പോൾ തന്നെ ഭഗവാൻ സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് ഭക്തന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തുളസി മഹാറാണിയുടെ പ്രസൻസ് വളരെ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഗംഗാജലം എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കത്തില്ല. എന്നാൽ എല്ലായിടത്തും തുളസി മഹാറാണിയെ അവൈലബിൾ ആണ്. ഗംഗാജലവും തുളസി മഹാറാണിയും ഒരുപോലെ ഭഗവാന്റെ സേവനത്തിന് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തുളസി മഹാറാണിയെ കൂടെ വച്ച് ചിതയിലേക്ക് ഇറക്കുക എന്നുള്ളതാണ് ശരിയായ രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ദയവായി ക്ഷമിച്ചത്. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രാം കഥാമത് പ്രഭുയുടെ കണ്ടിന്യൂഷൻ ചെയ്യാണ്. മാതാജി, വണ്ടർഫുൾ ക്ലാസ്. With your permission, can I tell something? Hare Krishna Prabhu, Shiva Prabhu. Prabhu, ഹരേ കൃഷ്ണ മാതാജി, എനിക്കൊരു സംശയത്തെയും തുളസിയുടെ കാര്യം പറഞ്ഞു. മാജി ഒരു മിനിറ്റ്, രാധാ ദാമോദർ പ്രഭു ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. ആ ഒരു വിഷയം കഴിഞ്ഞിട്ട് അടുത്ത യമന മാജി. പ്ലീസ് മാജി, പ്ലീസ് വെയിറ്റ് മാജി. ഹരേ കൃഷ്ണ, പ്ലീസ് കണ്ടിന്യൂ രാധാ ദാമോദർ പ്രഭു. മാതാജി, എൻ്റെ ഫാദർ ഇതേമാതിരി പോയപ്പോ എൻ്റെ ഫാദറിന്റെ പേര് ദാമോദരനായിരുന്നു. എൻ്റെ സിസ്റ്റർ ഈ ക്ലാസ്സിലുണ്ട് തോന്നുന്നു, രാജേശ്വരി. ഞങ്ങൾ രണ്ടുപേരും ഭക്തി വേദാന്ത ഹോസ്പിറ്റൽ ഇൻ മുംബൈ രാധാ ഗിരിധാരി ടെമ്പിളിന്റെ അടുത്തുണ്ട്. അവിടെ വെച്ചിട്ട് എൻ്റെ അച്ഛൻ്റെ മരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇതിലായിരുന്നു. അപ്പൊ ലാസ്റ്റിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാവരും കീർത്തനം എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയാണ്, അച്ഛൻ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഭയങ്കര വിഷമത്തിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് എന്നെ ഒന്നും നോക്കരുത്, ഭഗവാനെ നോക്കാം ഫോട്ടോയില്, എന്നിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത്. ഐ വാസ് പ്രിപ്പയറിംഗ് മൈ ഫാദർ ഇൻ വെരി വണ്ടർ. കാരണം മഹാരാജ് പോയ ബെഡിലാണ് എൻ്റെ ഫാദർ പോയി ആ ഹോസ്പിറ്റലിൽ, ആ സെയിം വാർഡിന്റെ ഉള്ളിൽ. അപ്പൊ എല്ലാരും വെച്ചിട്ട് പറയാണ്, മഹാരാജ് മാത്രം ഭക്തന്മാരുടെ ഫാദറേയും ടേക്ക് കെയർ ചെയ്തിട്ട് ആ ഹോസ്പിറ്റലിനുള്ളിൽ കൊണ്ടുവന്നു, ആ വാർഡിൽ കൊണ്ടുവന്നു. ഭയങ്കര സങ്കീർത്തനം എല്ലാം കഴിഞ്ഞിട്ട് അച്ഛനെ ഭയങ്കര മൃതം. അതില് രാധാ ഗിരിധാരി ടെമ്പിളിന്റെ ഉള്ളില് ഒരു ടീമുണ്ട്, ഈ ലാസ്റ്റിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീമുകളുണ്ട്. അപ്പൊ അവരെ കൊണ്ടുവന്നിട്ട് കീർത്തനം എല്ലാം ചെയ്തിട്ട് അച്ഛനെ ഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്യാണ് ഞാൻ. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഒരിക്കലും പേടിക്കരുത്. അപ്പൊ എല്ലാവരും വന്ന് അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഞാൻ ലാസ്റ്റിൽ ഈ ഗിരിധാരി അമ്പലത്തിന്റെ ഉള്ളില് രാധാ ഗിരിധാരി അമ്പലത്തിന്റെ മാല കൊണ്ടുവന്ന്, തുളസി മാല അച്ഛൻ ഇപ്പൊ കഥാമൃത് പ്രഭു പറഞ്ഞ മാതിരി അച്ഛന്റെ മേത്ത് മാല, തുളസി മാലയാണ് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തത്. ലാസ്റ്റിൽ അവിടുന്ന് ഒരു 6-7 മണിയുടെ ആർത്തി കഴിഞ്ഞിട്ട് അച്ഛന്റെ മേത്ത് ഈ ആ മാല കംപ്ലീറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ വായിൽ തുളസി ഇട്ട് കൊടുത്തു, ഗംഗാജലം ഇട്ട് കൊടുത്തിട്ടാണ് അച്ഛനെ യാത്ര ചെയ്ത് ഫുൾ നരസിംഹ ആർത്തി പാടി ഫുൾ കഴിഞ്ഞിട്ടാണ് അച്ഛൻ പോണത്. അപ്പൊ ഇതെല്ലാം നമുക്ക് I was keeping to tell in the last when I'm in Trivandrum, but this is all in short nut and shell. But so Tulsi Mala we can put Prabhuji. Kadamat Prabhu was right and all whatever we are quoting. And പിന്നെ ഇപ്പൊ നമുക്കൊരു മെസ്സേജിന് വെയിറ്റ് ചെയ്യാം. മാതാജി പറഞ്ഞ മാതിരി മഹാരാജ് എന്താണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ that message Mataji is going to put. So we are all eagerly waiting for that message. Thank you Mataji again. It was a wonderful class.
ഹരേ കൃഷ്ണ പ്രഭു. ഈവൻ ഇവിടെയും ഡിവോട്ടീസ് അച്ഛനെ വിസിറ്റ് ചെയ്ത സമയത്ത് we were sure that he is going to go in few days. So then they said always keep offered water and tulsi gel near him. എപ്പോഴാണോ ലാസ്റ്റ് ചോദിക്കണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അന്ന് രാവിലെയും അങ്ങനെ ഞാനിവിടെ അമ്മ ഉണ്ടായിരുന്നത്. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ തോന്നി പോവാന്ന്. അമ്മ വേഗം പോയി, തുളസി ഇല്ലായിരുന്നു, വെള്ളം മാത്രമേ ഉണ്ടായിരുന്നു. വേഗം തുളസി കൊണ്ടുവന്ന് പെട്ടെന്ന് ഇതിലിട്ട് ലാസ്റ്റ് കൊടുത്തത് തുളസിയും വെള്ളവും കൂടെയാണ് കൊടുത്തത്. സോ അത് ഇറക്കിയതിന് ശേഷമാണ് അദ്ദേഹം പോയത്. കണ്ടിമാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജയരാധമാധവ കീർത്തനാണ് വെച്ചിരുന്നത്. ബൈ ചാൻസ് ആണ്. അന്ന് കെയർ ടേക്കറിന് എല്ലാ ദിവസവും പ്രഭാത് ചാൻഡിങ് ആ വെക്കുന്നത്. അന്ന് അവർ വിചാരിച്ചു അച്ഛൻ്റെ പേര് മാധവൻ എന്നാണ്. അപ്പോൾ ഇന്ന് സാറിൻ്റെ പേര് ഇരിക്കുന്ന പാട്ട് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാട്ട് അത്രേ ഉള്ളവർക്ക്. പക്ഷെ അവർ അത് വെച്ചത് ആ പാട്ടാണ്. ജയരാധമാധവ കേട്ട് തുളസിയും വെള്ളവും ഒക്കെ കഴിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ പറഞ്ഞു ഡിവോട്ടീസിന്റെ കൃപ കൊണ്ടാണ് ഇതെല്ലാം നടന്നത്. നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ റെഡിയാക്കി വെക്കണം, ദിവസം എപ്പോഴാണ് വേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ തുളസി അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് കൊടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും വെക്കാമല്ലോ. ഹരേ കൃഷ്ണ. മാതാജി, പക്ഷെ ഇതില് വേറൊരു ഞാൻ എന്താ വായിച്ചതെന്ന് വെച്ചാൽ ഈ 8th ചാപ്റ്ററിൽ ഭഗവത്ഗീതയിൽ അന്തകാലിച്ച മാമേകം സ്മരൺ മുക്ത കലവർ, അതിന്റെ ഉള്ളിൽ പർപ്പാട്ടില് പ്രഭുപാദും അതിന്റെ ഉള്ളിൽ എനിക്ക് 8.5 8.67 നമ്മൾ ഇവരെ യാത്ര ചെയ്യുന്നുണ്ട്. നമ്മളെ അമ്മയച്ഛനെ എല്ലാം പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ ഞാൻ എൻ്റെ അച്ഛനെല്ലാം ശരിക്കും പറഞ്ഞ കണ്ടിമാല എല്ലാം ഇട്ട് ഭയങ്കര കീർത്തൻ, അച്ഛൻ്റെ നിന്നിട്ട് ഫോട്ടോ എല്ലാം വെച്ച് വലിയ ടെമ്പിളിൽ നിന്ന് ഫോട്ടോ എല്ലാം കൊണ്ടുവന്ന് അച്ഛനെ മീൻസ് ഐ വോണ്ടഡ് ഹിം ടു ഫോക്കസ് ഓൺ ടു കൃഷ്ണ. അമ്മ നിൽക്കുന്നുണ്ട്, എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പൊ അച്ഛനെ ഞാൻ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിട്ടാണ് വിടണത്. അപ്പൊ പക്ഷെ അതിന്റെ പർപ്പറ്റിനുള്ളിൽ എന്താ എഴുതണമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വിടുന്ന വ്യക്തികള് നമ്മളിപ്പോ കൃഷ്ണ കോൺഷ്യസ് ആകുമ്പോ നമുക്ക് കൃഷ്ണൻ എങ്ങനെ, പക്ഷെ ഇപ്പൊ ഈ പോണ ആളുകള് ഇപ്പൊ അവരെന്ത് ചിന്തിക്കണം എന്ന് നമുക്ക് അറിയില്ലല്ലോ. See, what is they are thinking, we are telling them to focus on Krishna. By the time if they deviate anything to their mind, then we don't know. That is what is written. ഇപ്പൊ നമ്മൾ ആ സമയത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഇതിൽ നിന്ന് നമുക്ക് വി ഷുഡ് ബി ഫോക്കസ് എൻറ്റയർ. ഇപ്പൊ നമ്മളെ ഫാമിലി വന്ന് നിൽക്കും, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ പിള്ളേരെല്ലാം വന്ന് എൻ്റെ മുഖം അവരെ മേത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇഫ് ഐ എം ലുക്കിംഗ് അറ്റ് ദം, then what is the difference between Bharat Maharaj becoming a deer then? See, Prabhu, Bharat Maharaj became a deer because he didn't have any association. If there was an association, he wouldn't have. They would have chanted and he would have remembered. Same thing. They will not. ഇപ്പം മരിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് ഓർക്കാനും കേൾക്കാനും ഒക്കെ. പക്ഷെ the only thing they hear is your like the surrounding devotees chant ചെയ്യണതും ഇതും. Exactly, that is good. What you are telling is correct. Higher than, they can't. I don't think they'll be able to think anything else. Yeah, that is. But ഒരു 22-25 ഡിവോട്ടികൾ കൊണ്ടുവന്നു. അപ്പൊ this is a wonderful thing what we are all learning, that the last time is that somebody should be there to help. That is what is 119 20 or 20 പറഞ്ഞ how important is devotees. That is what ഇപ്പൊ പരീക്ഷിത് മഹാരാജ് പോകുമ്പോ യാത്ര ചെയ്ത് ലാസ്റ്റ് പോകുമ്പോ പരീക്ഷിത് മഹാരാജ് surrounded completely sages ആയിരുന്നു. They made sure that Parikshit Maharaj is leaving this world and going to Goloka. അവര് അത് ഗ്യാരണ്ടീഡ് കൂടെ വെയിറ്റ് ചെയ്യാണ് പരീക്ഷിത് മഹാരാജ് പോകാൻ വേണ്ടി. അപ്പൊ അതേമാതിരി നമുക്ക് ഈ ഡിവോട്ടികളെല്ലാം വളരെ ആവശ്യമാണ്. താങ്ക് യു. ടൈം ഇസ് ഗെറ്റിംഗ് അറൌണ്ട്. താങ്ക് യു മാതാജി. വിൽ ഹിയർ മോർ ലെക്ചേഴ്സ് ഫ്രം യു ലൈക്ക് ദാറ്റ്. താങ്ക് യു. ഞാൻ ചോദിച്ചത് തുളസി ചെടിയെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ വീട്ടിലെ 4 പാട് എവിടെ ചവിട്ടുന്നു അവിടെ എല്ലാം തുളസി. ഞാൻ നട്ടുപിടിപ്പിക്കുന്നതല്ല, നമുക്ക് നടന്നാൽ പോലും ഞാൻ ചവിട്ടിയിട്ട് വേണം നടക്കാൻ. അങ്ങനെ ഉണ്ടാവുന്നത് എന്തെങ്കിലും ദോഷമാണോ? ഒരുപാട് വർഷം കൊണ്ടേ അങ്ങനെയാ. അപ്പൊ നമുക്കത് പിഴുത് കളയാനും തോന്നത്തില്ല, ഇങ്ങനെ നിക്കുക. അതിലെന്തെങ്കിലും ഒരു ദോഷോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി, അതൊരു ബ്ലെസ്സിങ് ആണ് മാതാജി. എല്ലായിടത്തും തുളസി അങ്ങനെ വളരില്ല. ഇപ്പം നവദീപ് ചൈതന്യ മഹാപ്രഭുവിന്റെ അപ്പിയറൻസ് സ്ഥലം പോലും മനസ്സിലാകാതിരുന്നു. ഗംഗയുടെ വഴി മാറി ഒഴുകിയപ്പോഴത്തേക്ക് ആ സ്ഥലം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മനസ്സിലാകാതിരുന്നു. പക്ഷെ അവിടെ തുളസി അത്രയ്ക്ക് അധികം വളർന്നിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് പിന്നീട്. അപ്പം വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മംഗളകരമായിട്ടുള്ള സ്ഥലങ്ങളിലെ തുളസി അങ്ങനെ വളരുകയുള്ളൂ. അതൊരു പ്രശ്നമായിട്ട് ഒരിക്കലും ചിന്തിക്കരുത്.
പക്ഷെ നമ്മൾ നടക്കുന്ന വഴിയിൽ തുളസി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റി വേറെ സ്ഥലത്തേക്ക് നടുക. അത് നമുക്ക് മാറ്റി നടുന്നത് ഒരു സേവനമാണ്, അതിന് ബെനിഫിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുക വളർത്താനായിട്ട്, അവർക്ക് പരിപാലിക്കാലോ. ചവിട്ടി ഞാൻ നടക്കാതിരിക്കാൻ അമ്പലത്തിൽ കെട്ടിക്കൊടുക്കും, എന്നും കൃഷ്ണന് മാല കെട്ടിയിടും. എല്ലായിടും ഉണ്ട്, 4 വശത്തും ഉണ്ട്, എവിടെ ഉണ്ട്. ഹരേ കൃഷ്ണ. അതൊരു റിയൽ ബ്ലെസ്സിങ് തന്നെയാണ് മാതാജി. ഹരേ കൃഷ്ണ. ഒരാളിങ്ങനെ ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് മിനിറ്റിൽ ഏതൊക്കെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാം മാതാജി? മാതാജി സാധാരണഗതിയിൽ നാമജപം ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ ഭഗവത്ഗീതയിൽ 1-2 ചാപ്റ്റേഴ്സ് നമ്മൾ പ്രത്യേകം പറയാറുണ്ട്. പിന്നെ ഭാഗവതം ഭഗവാന്റെ തന്നെ കാര്യങ്ങളാണല്ലോ. നാരായണീയവും ഒക്കെ ആൾക്കാർ വായിക്കുന്നുണ്ട്. അത് ഭഗവാനെ കുറിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കോൺഷ്യസ്നസ് വരുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓക്കെയാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നത് ഭാഗവതം, ഭഗവത്ഗീത, നാമജപമാണ്. ഭഗവത്ഗീത ഏതൊക്കെ ചാപ്റ്റർ മാതാജി? 8, 12 മാതാജി ഞാൻ അയച്ചു തരാം മാതാജി എങ്ങനെയാണ്. മാതാജി ഹരേ കൃഷ്ണ. നാമജപമാണ് ഏറ്റവും ഉത്തമം. നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നതിനേക്കാളും ഭഗവാന്റെ നാമങ്ങൾ അത്രയും കേൾക്കുന്നതിന്റെ ബെനിഫിറ്റ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഹരേ കൃഷ്ണ. മാതാജി, ചതുർശ്ലോകി ഭഗവത്ഗീത 12-ാം അധ്യായം, 15-ാം അധ്യായം ഭഗവത്ഗീത, 2-ാം അധ്യായം, 7-ാം അധ്യായം, 9-ാം അധ്യായം. 8 ഉണ്ടല്ലോ. 8 ഉണ്ടല്ലോ. ലീവിങ് ദ ബോഡി കൂടുതൽ അവിടെ പറയാറുണ്ട്. ആ ഒരു ഭഗവാന്റെ താങ്ക് യു മാജി, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ നല്ല ഡിസ്കഷൻ ആയിരുന്നു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. സാധാരണ ഗജേന്ദ്ര മോക്ഷം അതുപോലെ വായിക്കാറുണ്ട് ഭാഗവതത്തിൽ സ്പെസിഫിക്കലി. ആ ഒരു ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിലായിരിക്കണം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു ആൻഡ് മാതാജി ഫോർ ദ സർവീസ്. ഹരേ കൃഷ്ണ. Thank you, Maji, for the wonderful. हरे प्रणाम माताजी, प्रणाम माताजी। हरे कृष्ण महाराज, प्रणाम माताजी। हरे कृष्णा माताजी, हरे कृष्ण माताजी। ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. माताजी। എല്ലാവർക്കും നന്ദി. നമ്മുടെ രഥയാത്രയാണ് ഈ വരുന്ന സാറ്റർഡേ. എല്ലാവരും ദയവായി എത്താൻ ശ്രമിക്കുക, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വൈകിട്ട് 3 മണിക്ക് PMG ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം വരെയാണ്. അപ്പൊ എല്ലാവരും എത്തുക. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇന്നത്തെ ഇത്രയും നല്ല ഡിസ്കഷനിൽ പങ്കുചേർന്ന എല്ലാ ഡിവോട്ടീസിനും നന്ദി. ക്ലാസ് എടുത്ത ലക്ഷ്മിനാഥ മാജിക്കും വളരെയധികം നന്ദി. താങ്ക് യു മാജി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹരേ കൃഷ്ണ. മാജി, ലക്ഷ്മി മാജി ക്ലോസ് ചെയ്യോ മാജി? യെസ് മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.